ഞാൻ എന്തുകൊണ്ട് ഇവിയിലോട്ട് വന്നു എന്നുള്ളത് ഞാൻ പറയാം. ഒന്ന് ഞാൻ ടൊയോട്ടയിലായിരുന്ന സമയത്ത് നല്ലൊരു കോമ്പറ്റീറ്റർ ആയിരുന്നു ടാറ്റ. ഒരു മാസം 30,000 രൂപയുടെ മേലേക്ക് വന്നു. 30,000 രൂപ 38,000 രൂപ വരെ ബില്ല് വന്ന മാസങ്ങളുണ്ട്. ആ 42,000 എന്നുള്ളൊരു എമൗണ്ട് എനിക്കൊരു 20,000 രൂപയാക്കി കുറയ്ക്കാൻ പറ്റും. എനിക്ക് 1 രൂപ വെച്ചിട്ട് കിലോമീറ്റർ ഓടിയപ്പോഴും നമുക്ക് അത്ര 25,000 ആയിട്ടുള്ളൂ. 18 കിലോമീറ്റർ മൈലേജുള്ള വണ്ടിക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1,50 ആകും. അപ്പോൾ ആ സമയത്താണ് നമുക്ക് 25,000 രൂപ പരിപാടി നടന്നത്. അത് 4,1 ആയിട്ടില്ല. 50 കിലോമീറ്ററിന് മേളിൽ ഡെയിലി ഓട്ടോ ഉണ്ട്. അല്ലെങ്കിൽ ഒരു 2,500 കിലോമീറ്റർ ഒരു മാസം ഓട്ടോ ഉണ്ടെങ്കിലേ EV മുതലാവുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്ന് വിശേഷങ്ങൾ പങ്കുവെക്കാനുള്ളത് നമ്മുടെ നിതിൻ ബ്രോയാണ്. അപ്പോൾ നിതിൻ ബ്രോ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് നമ്മുടെ ടിയാഗോ EV ആണ്. ടിയാഗോ EV ഇറങ്ങിയിട്ട് കുറേ നാളുകളായെന്നറിയാം. പക്ഷേ ഇതിൻ്റെ ഒരു യൂസേജ് എന്താണ് അങ്ങനെയുള്ളൊരു കാര്യത്തിലോട്ടാണ്. കാര്യം ഞാൻ നിതിൻ ബ്രോയെ വീട്ടിലേക്ക് സഹായം ചെയ്തതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയുകയാണ്. ബ്രോ, ഞാൻ പൊതുവേ EVയെക്കുറിച്ച് എനിക്ക് പൊതുവേ നെഗറ്റീവാണ്. ഞാനൊരു ഹൈബ്രിഡ് ഫാനാണ്. എന്നിരുന്നാലും നമ്മുടെ വീഡിയോയിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം, എന്നിട്ട് ബാക്കി തുടങ്ങാം. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ബ്രോ, ഞാൻ ആദ്യം തന്നെ നമ്മുടെ സ്റ്റാർട്ടപ്പ് ചെയ്യുവാണ്. നമ്മൾ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ചോദിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട് എനിക്ക്. കാരണം വെച്ചാൽ ഞാൻ ടിപ്പിക്കലി ഒരു ഹൈബ്രിഡ് ഫാനാണ്, പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഫാനാണ്. ഒന്നും പെർഫോമൻസ് വൈസോ കാര്യങ്ങളോ ഒന്നുമല്ല. EVയുടെ അത്ര പെർഫോമൻസ് ബാക്കി ഒരു വണ്ടിയൊക്കെ ഇല്ല എന്നും ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. എനിവേ, കാര്യം ചേട്ടൻ്റെ എൻ്റെ ഒരു അക്കൗണ്ട്, എൻ്റെ ഒരു വിശ്വാസപ്രകാരം ഒരു 5 കൊല്ലം കൂടെ പുറകിലാണ് EV എന്നുള്ളതാണ് കാര്യം. ഒന്ന് റേഞ്ച് വൈസ്, പിന്നെ എക്കോണമി വൈസ്, ലാഭം പൈസ വൈസ്, അല്ലെങ്കിൽ ആ ഒരു വയസ്സിൽ ഞാൻ ഇപ്പോൾ ഒന്ന് ഹൈബ്രിഡിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഹൈബ്രിഡ് ചിന്താഗതിയുള്ള ഒരാളാണ്. അപ്പോൾ തുടക്കത്തിലെ എന്നെ ഒരു ഹാഷ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വിരോധമൊന്നും ഇല്ലല്ലോ? ഇല്ല, ഞാൻ അതിന്റെ ഘട്ടം ആൻസർ പറയാം. ഞാനും ഹൈബ്രിഡ് മോശമാണെന്നൊന്നും പറയുന്നില്ല, ഹൈബ്രിഡ് നല്ലതാണ്. ഒരു വണ്ടി മോശമാണെന്നോ ഒരു വണ്ടി കൂടുതൽ നല്ലതാണെന്നോ ഞാൻ ഒന്നും പറയുന്നില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസും ഈ ഓട്ടോമൊബൈൽ ഫീൽഡിൽ തന്നെയായിരുന്നു. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നേരത്തെ ഓട്ടോമൊബൈൽ ഫീൽഡിൽ. ടൊയോട്ടയിലായിരുന്നു. ടൊയോട്ടയിൽ ഒരു 6 വർഷം വർക്ക് ചെയ്തു. ഞാനിപ്പം ചെറുതായിട്ട് ബിസിനസ്സിലേക്കൊക്കെ മാറി. അപ്പം അങ്ങനെയാണ് നമുക്ക് ഇതിന് മുമ്പേയുള്ള കാര്യം ഞാൻ പറയാം. അപ്പം ഞാൻ എന്തുകൊണ്ട് EVയിലോട്ട് വന്നു എന്നുള്ളത് ഞാൻ പറയാം. ഒന്ന് ഞാൻ ടൊയോട്ടയിലായിരുന്ന സമയത്ത് നല്ലൊരു കോമ്പറ്റീറ്റർ ആയിരുന്നു ടാറ്റ. അപ്പം അന്നത്തെ എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് എനിക്ക് ടാറ്റയുടെ വണ്ടി എടുക്കലെന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നമുക്ക് ഞാനിപ്പം മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. അതിനകത്ത് സൈചേട്ടൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. സൈചേട്ടനൊക്കെ ഞാൻ മുന്നേ വണ്ടി കൊടുത്തിട്ടുണ്ട്, ഇന്നോവ ക്രിസ്റ്റ കൊടുത്തിട്ടുണ്ട്, ലീവ കൊടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ ടൊയോട്ടയിൽ കൺസൾട്ടന്റ് ആയിരുന്ന സമയത്ത്. ഇപ്പം പറഞ്ഞ ഹൈബ്രിഡ് വണ്ടി ലാസ്റ്റ് ചെയ്ത ഹൈ റൈഡർ ബുക്കിംഗ് എടുത്തത് ഞാനായിരുന്നു. അപ്പം അതിനുശേഷമാണ് ഞാൻ പിന്നെ റിസൈൻ ചെയ്തത്. അപ്പം വണ്ടി നല്ലതാണ്, ആളുടെ ഒരു യൂസേജിനൊക്കെ അങ്ങനെ ഒരു കാറ്റഗറി വരുന്ന ആൾക്കാർക്ക് അത് വളരെ നല്ലതാണ്. അപ്പം ഞാൻ എന്തുകൊണ്ട് ഇതിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ 1-2 കാര്യങ്ങളുണ്ട്. ഇപ്പം ഒന്ന്, ഞാൻ ഇറ്റ്സ് പെട്രോൾ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പെട്രോൾ വണ്ടിയായിരുന്നു, ഇറ്റ്സ് പെട്രോൾ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ബിസിനസ്സിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും, ബിസിനസ് എന്ന് പറയാനൊക്കെ ഇതില്ല, സെൽഫ് എംപ്ലോയിഡ് ആണ്. അപ്പോൾ അതിൽ വന്നപ്പം എൻ്റെ ഓട്ടങ്ങൾ ഇറ്റ്സ് പെട്രോളിൽ നല്ല ഓട്ടങ്ങളായി. അതായത് ഡെയിലി 150 കിലോമീറ്ററൊക്കെ ഓടുന്ന സമയത്ത് പെട്രോളിന്റെ ഒരു മാസത്തേക്കുള്ള എക്സ്പെൻസ് 30,000 രൂപയ്ക്ക് മേലെ വന്നു. ഒരു മാസം 30,000 രൂപയുടെ മേലേക്ക് വന്നു. 30,000 രൂപ 38,000 രൂപ വരെ ബില്ല് വന്ന മാസങ്ങളുണ്ട്. അപ്പൊ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ലല്ലോ. എന്താണ് ഓൾട്ടർനേറ്റീവ്? കാര്യം വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത്യോസ്. നമുക്ക് എഞ്ചിൻ വൈസ് നല്ല കംഫർട്ടായിരുന്നു വണ്ടി, ബാക്കി സർവീസ് കോസ്റ്റ് ഒന്നുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. വണ്ടി മാറുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. പക്ഷെ ഇങ്ങനെ ഒരു എക്സ്പെൻസ് കൂടി വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, എന്തുകൊണ്ട് എടുത്തുകൂടാന്ന്. അപ്പൊ EV എടുത്തുകൂടാൻ ചിന്തിച്ചപ്പം പിന്നെ 2-3 ഓപ്ഷൻ ഉള്ളതിൽ ഏറ്റവും നല്ലത് എനിക്ക് ടാറ്റയുടെ. അതെ. അപ്പം അങ്ങനെ ടാറ്റയിൽ ടെക്നോളജികൾ ഓടിച്ചപ്പം അങ്ങനെ ആ കാര്യങ്ങൾ കുറച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നിലവിലുള്ളതിൽ ബെസ്റ്റ് EV ടാറ്റ തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം, ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാനിങ്ങനെ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിലേക്കൊന്നുമല്ല ചിന്തിച്ചത്. കാര്യം നമ്മളിപ്പം ബിസിനസ്സായിട്ട് പോകുന്നു, ആ സമയത്ത് പോകുമ്പോഴത്തേക്ക് ഈ ഒരു ടൈമിൽ നമുക്കൊരു കുറച്ച് സമയമുള്ളൂ. കുറച്ച് സമയത്തിനുള്ളിൽ ഇപ്പോൾ 4 വർഷം 5 വർഷം കൊണ്ട് എങ്ങനെ ഏതൊരു വണ്ടി മുതലാക്കി എടുക്കാമെന്ന് നോക്കി കഴിഞ്ഞപ്പം എനിക്ക് ബഡ്ജറ്റ് വൈസ് ഇതാണ് ടിയാഗോയാണ്. പിന്നെ ഇത് ഈ വേരിയന്റ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ലോങ് റേഞ്ചിന്റെ ബേസ് വേരിയന്റ് XT LR. ലോങ് റേഞ്ചിന്റെ ബേസ് വേരിയന്റ്. ഇതിന് താഴെ ഒരു മിഡ് റേഞ്ചിന്റെ വണ്ടി, സെയിം XT തന്നെ ഒരു മിഡ് റേഞ്ചും ഉണ്ടല്ലോ. അപ്പം ലോങ് റേഞ്ച് വേണം എന്താണേലും. അപ്പം അങ്ങനെ ലോങ് റേഞ്ചിലേക്ക് വന്നു.
ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് ഫീച്ചേഴ്സ് ഒന്നും എനിക്ക് അങ്ങനെ അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ. കാര്യം നമ്മൾ ടൊയോട്ടയിൽ ഇത്ര നാൾ നിന്നതുകൊണ്ട് ഫീച്ചേഴ്സിന് വേണ്ടി പൈസ കൊടുക്കണ്ട, അതിലൊരു സംഭവം വേണ്ട, അങ്ങനെയാണല്ലോ. നമുക്ക് വേണ്ട സംഗതികളെല്ലാം ഉണ്ട്. ഇപ്പം വണ്ടിയുടെ ബേസിക് സാധനങ്ങളൊക്കെ ആണെങ്കിൽ ABCD അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനുണ്ട്. പിന്നെ ആകെ ഉണ്ടാകുന്ന ഒരു കൺസേൺ ഇതിന് മേലെ വരിയിലേക്ക് പോകണമെന്നുള്ള ഒരു കാര്യം സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് മാത്രമായിരുന്നു. കാര്യം എൻ്റെ വൈഫ് ചില സമയത്തൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ അവർക്ക് കുറച്ച് ഹൈറ്റ് വേണം, സീറ്റ് ഹൈറ്റ് വേണം. പക്ഷെ ഞങ്ങൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഈ ഒരു സെയിം റേഞ്ചിൽ MR എടുത്ത്. അപ്പോൾ ഞങ്ങൾ ആ വണ്ടി എടുത്ത് ഓടിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം ആ സീറ്റ് ഹൈറ്റിന്റെ പൊസിഷൻ വലിയ പ്രശ്നമൊന്നുമില്ല, ഹൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇതിൽ. അങ്ങനെ പിന്നെ ഇത് മതി എന്ന് വെച്ചു. പിന്നെ നമുക്ക് വേണ്ട ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അത്യാവശ്യം നല്ലൊരു സിസ്റ്റം വേണമായിരുന്നു. നമ്മൾ കൂടുതലും ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ. പിന്നെ ഈ പറഞ്ഞ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അത് മെയിനായിട്ട് വേണമായിരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ പവർ വിൻഡോസ് കാര്യങ്ങൾ, അപ്പോൾ വേണ്ടതെല്ലാം ഉണ്ട്, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വണ്ടിയിലുണ്ട്. അതെ. അപ്പം പിന്നെ അന്ന് ഓൺ റോഡ് ആയത് 11,21,000 രൂപ. അപ്പം ഓൺ റോഡ് നോക്കി. പക്ഷെ ഞാൻ ഓൺ റോഡിനെക്കാളും കൂടുതൽ നോക്കിയത് നമുക്ക് ഒരു മാസം എന്ത് എക്സ്പെൻസ് വരുന്നു, അങ്ങനെയായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇത്യോസിന് 10,000 രൂപ EMI ഉണ്ടായിരുന്നു അന്ന്. ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും ഒരു 6,000 രൂപയുടെ EMI കൂടി. അപ്പം ഞാൻ ചിന്തിക്കുന്ന കാര്യം എങ്ങനെയാണ് പറയുന്നത്, 6,000 രൂപ EMI കൂടി. ഒരു 6,000 രൂപ കൂടി. ഈ കറണ്ട് ബില്ല് ഞാൻ അന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 150 കിലോമീറ്റർ വെച്ച് ഡെയിലി ഓട്ടം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടും. സൺഡേസിലെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് 32,000 രൂപയുടെ മേളിലേക്കായിരുന്നു വരുന്നത് പെട്രോൾ എക്സ്പെൻസ്. പെട്രോൾ എക്സ്പെൻസ് ആ 32,000 എന്നുള്ളത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് അന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു 6,000 രൂപ മാസം കറണ്ട് ബില്ല് വരും. മിനിമം 6,000 രൂപ കറണ്ട് ബില്ല് വരും. അപ്പം അങ്ങനെയാണെങ്കിൽ ആ 32,000 രൂപ 6,000 രൂപയിലേക്ക് മാറുക. 6,000 രൂപ വേറെ കാര്യമുണ്ട്, 6,000 രൂപ കറണ്ട് ബില്ല് വരുന്ന 2 മാസം കൂടുമ്പോഴാണ്. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ 3,000 രൂപ വരുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ എൻ്റെ മാസത്തിലെ എക്സ്പെൻസ് ഭയങ്കര കുറവാണ്. പിന്നെ കാര്യമുണ്ട്, അപ്പോൾ 16,000 എന്നുള്ള EMI വീണ്ടും 10,000-ത്തിലോട്ടായി. അതെ. അപ്പം ചിലവ് നമുക്ക് അതുപോലെ കുറയുക. പിന്നെ നമുക്ക് മെയിൻ ഒരു കാര്യമുള്ള, ഞാൻ ഈ ലോക്കലിൽ കിടന്ന് ഓടുന്നു. അപ്പോൾ എനിക്ക് റേഞ്ച് ആൻസൈറ്റിയുടെ വലിയ പ്രശ്നമില്ലായിരുന്നു. അതെ. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും കൂടുതൽ ഓട്ടങ്ങൾ വന്നു, ഇപ്പം നമുക്കൊരു എമർജൻസി, ഈ പറയുന്ന പോലെ ഒരു ബാംഗ്ലൂർ പോകേണ്ട കാര്യം വന്നോ, അങ്ങനെ വന്നാൽ ഇപ്പം റൂട്ട്സ് എല്ലാം ഇലക്ട്രിഫൈഡ് ആണ്, ആ ഒരു കൺഫ്യൂഷൻ ഇല്ല. എന്നാലും അന്ന് നമ്മൾ മാക്സിമം ഡ്രോബാക്സ് ചിന്തിക്കുമ്പോൾ പെട്രോൾ വണ്ടി അഡീഷണൽ ഒരെണ്ണം ഉണ്ട്, അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. എങ്കിലും അപ്പോൾ സന്തോഷകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പെട്രോൾ വണ്ടി ഈ വണ്ടി എടുത്ത് പിന്നെ ഉപയോഗിക്കുന്നില്ല. നമ്മൾ 6 മാസം കൊണ്ട് മാക്സിമം 1,500 കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടുണ്ടാവത്തില്ല. അപ്പം അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് അവിടെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ എക്സ്പെൻസ് മീറ്റ് ചെയ്യുമ്പം 32,000 എന്നുള്ള എൻ്റെ ചിലവ് 16,000 രൂപ EMI-യും ഒരു മാസത്തെ കറണ്ട് ബില്ലും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു മാസം 2 മാസം 6,000 രൂപ, ഒരു മാസം 3,000 രൂപയും കൂടെ കൂട്ടിയാൽ ഒരു 19,000 രൂപയ്ക്ക് പരിപാടി കഴിയും. കംപ്ലീറ്റ് കഴിയും. 19,000 രൂപയ്ക്ക് കഴിയും. എനിക്ക് 32,000 രൂപ ടോട്ടൽ എക്സ്പെൻസ് 10,000 രൂപ EMI കൂടെ നമ്മൾ ഒരു മാസം കൂട്ടി കഴിഞ്ഞാൽ 42,000 രൂപ വരും. 42,000 രൂപ വരും. ആ 42,000 എന്നുള്ളൊരു എമൗണ്ട് എനിക്ക് ഒരു 20,000 രൂപയാക്കി കുറയ്ക്കാൻ പറ്റും. ഞാൻ ഇത് ചിന്തിക്കുന്നത് ഞാൻ ബിസിനസ് ആയതുകൊണ്ടാണ്. കാര്യം നമുക്കിതെങ്ങനെ ചിലവ് കുറച്ച് ഓടിച്ച്, അതായത് ഈ വണ്ടിയെ കൊണ്ട് മാക്സിമം എങ്ങനെ ചിലവ് കുറപ്പിച്ച് പണിയെടുപ്പിച്ചിട്ട് നമുക്ക് ലാഭം ഉണ്ടാക്കാവുന്നൊരു കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ്, അങ്ങനെ ഒരു ചിന്താഗതി വന്നുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് മാറിയത്. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യങ്ങളിൽ ഞാൻ അത്ര കൺസേൺഡ് അല്ല. അതെന്നു വെച്ചാൽ നമ്മൾ ഇപ്പം 8 വർഷം കഴിയുമ്പം, ഓട്ടം കുറവാണെങ്കിൽ 8 വർഷം കഴിയുമ്പോൾ നമ്മൾ എന്നെ എടുക്കും, അല്ലെങ്കിൽ ഇതിപ്പോൾ 160 അല്ലേ, 8 വർഷം അല്ലെങ്കിൽ 160. ഇപ്പം ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ഇപ്പം 7 മാസമാണ് വണ്ടി എടുത്തിട്ടായത്. 25,500 കിലോമീറ്റർ ഇപ്പോൾ ആയിട്ടുണ്ട് വണ്ടി. ഈ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ 8 വർഷമൊന്നും പോവുകയില്ല. അതിനു മുമ്പ് തന്നെ വാറണ്ടി കഴിയും. വാറണ്ടി കഴിഞ്ഞെന്ത്, അപ്പം അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പം നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റ് ചിന്തിച്ചാൽ ഞാൻ പറയുന്നത് നമുക്ക് നഷ്ടത്തിലോട്ട് വരുമല്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ അത് ഇങ്ങനെ ഓട്ടം വേണം, മിനിമം ഒരു 100 കിലോമീറ്റർ എങ്കിലും വേണം. മിനിമം 100 കിലോമീറ്റർ എങ്കിലും വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് മുതലാവുള്ളൂ. ഞാൻ പറയുന്നത് ഒരു 80 കിലോമീറ്റർ താഴെ ഡെയിലി ഓട്ടമുള്ള ആൾക്കാർക്ക് ഇത് ലാഭമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാര്യം ഞാനിപ്പം വേറൊരു രീതി ചിന്തിക്കുമ്പം, സാധാരണ ടിയാഗോ ഓട്ടോമാറ്റിക് ഒരു പെട്രോൾ വണ്ടി എടുക്കുവാണെങ്കിൽ 7 ലക്ഷം രൂപ ആവുമല്ലോ, 7.5 അതാവും. ആ സമയത്താണ് നമ്മൾ 4 ലക്ഷം രൂപ കൂടുതൽ കൊടുത്തിട്ട് ഈ വണ്ടി എടുക്കുന്നത്. ഈ 4 ലക്ഷം രൂപ എങ്ങനെ മുതലാകും എന്ന് ചോദിച്ചാൽ, ഇപ്പം ഇതുപോലെ ഓട്ടം ഉണ്ടെങ്കിൽ ഓടിച്ച് മുതലാക്കുക എന്നുള്ളത്. ഇപ്പം ഞാൻ പറയാം, 25,000 കിലോമീറ്റർ ഇപ്പോൾ ഓടിച്ചപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഒരു കണക്കെടുത്തു, നമുക്ക് സംസാരിക്കാനായിട്ട്. അപ്പം ഇന്ന് രാവിലെ ഒരു കണക്കെടുത്തപ്പം ഞാൻ
ഇതുവരെ ഈ വണ്ടിക്ക് അയക്കുന്ന ചിലവ് 25,500 കിലോമീറ്റർ ഓടിയപ്പം ഇതുവരെ ഈ വണ്ടിക്ക് അയക്കുന്ന ചിലവ് 25,200 രൂപയാണ്. ടോട്ടൽ എക്സ്പെൻസ് അത്ര ആയിട്ടുള്ളൂ. ടോട്ടൽ എക്സ്പെൻസ് ഇത്ര ആയിട്ടുള്ളൂ, ഇൻക്ലൂഡിംഗ് കറണ്ട് ബില്ല് അടക്കം. ഇൻക്ലൂഡിംഗ് കറണ്ട് ബില്ല്. കറണ്ട് ബില്ല് എനിക്കിപ്പം 4 തവണ വന്നു. 4 തവണ കറണ്ട് ബില്ല് വന്നതിനകത്ത് വണ്ടി എടുത്തു കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാണ് ഒരു ബില്ല് വന്നത്. അതായത് നോർമലി വീട്ടിലെ കറണ്ട് ബില്ല് 1,000 രൂപ 1,200 രൂപ അതായിരുന്നു ടിപ്പിക്കലായിരുന്നു. ജൂണിൽ വണ്ടി എടുത്ത് ജൂലൈ വന്ന കറണ്ട് ബില്ല് 2,500 സംതിങ് ആയിരുന്നു. അപ്പോൾ കുറച്ച് കൂടുതലുണ്ട്. അത് കഴിഞ്ഞിട്ട് മുന്നിലേക്ക് വന്നപ്പോഴത്തേക്കും 5,400 ഒരു മാസം വന്നു. പിന്നെ ഒരു മാസം 5,600 വന്നു. പിന്നെ ഈ മാസം കുറച്ച് കുറവാണ്, 4 സംതിങ് അത്രേ ഉള്ളൂ. അത് കറണ്ട് ബില്ല് അങ്ങനെ കുറഞ്ഞ് എനിക്ക് ഇപ്പം ഈ വീടുത്തെ എല്ലാവരുടെ എക്സ്പീരിയൻസിൽ 6 രൂപയൊക്കെയാണ് വരുന്നത്. അല്ല ഞാൻ പറഞ്ഞില്ല, ഞാൻ 4-5 EVയോളം ഞാൻ വണ്ടി തന്നെ ചെയ്തിട്ടുണ്ട്. ചിലർക്ക് 10+ ഒക്കെ പോയിട്ടുണ്ട്, യൂസും ഇല്ല. അവിടെയാണ് ഞാൻ ഒരു EV ഹേറ്റർ എന്നുള്ള രീതിയിലുണ്ട്. കാര്യം യൂസും ഇല്ലാതെ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി അത് സ്ലാബ് കയറി പോകുന്നതുകൊണ്ടായിരിക്കും. പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ വയറിങ് ചെക്ക് ചെയ്യേണ്ട കാര്യം കാണുമെന്ന് എനിക്ക് ഇപ്പം എന്നാന്ന് വെച്ചാൽ ഞാനിപ്പം ചെയ്യുന്ന ഇപ്പം നമ്മുടെ വീടിൻ്റെ വയറിങ് നമ്മുടെ വീട് ഒരു 2 വർഷം മുമ്പുള്ള വീടാണ്. അതെ. അപ്പം അതിൽ എനിക്ക് കറണ്ട് ബില്ല് വന്നേക്കുന്നത് അത്രേ ഉള്ളൂ, 6,000 രൂപയുടെ താഴെ ഉള്ളൂ എനിക്ക് കറണ്ട് ബില്ല്. ഈ 1,200 വന്നിരുന്ന സ്ഥാനത്ത് 6,000 രൂപ ഡിഫറൻസ്. ഒരു റൗണ്ട് ഫിഗർ വെച്ചാൽ 5,000 രൂപ. നമുക്ക് അങ്ങനെ റൗണ്ട് ചെയ്ത് നോക്കാന്നുള്ളതേ ഉള്ളൂ. കറണ്ട് ബില്ല് വരുമ്പോൾ എനിക്ക് തോന്നുന്നു EVക്ക് വേണ്ടി തന്നെ ഒരു 4,500 രൂപ കൂടുതൽ ബില്ല് വന്നിട്ടില്ലാന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഔട്ട് സൈഡ് ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട് സൈഡ് ചാർജ് ചെയ്യുന്നത് ഇപ്പം ഞാൻ പറയാം, ഫുള്ളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2,700 ഗോയിസിന്ന് ഇതുവരെ ചാർജ് ചെയ്തിട്ടുണ്ട്. 2,700. ബട്ട് ഞാൻ ടോപ്പ് അപ്പ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്ന പൈസ നമുക്ക് ചാർജ് ചെയ്യുന്നതിൻ്റെ ഹിസ്റ്ററി അല്ല. അതെ. പിന്നെ അതിനകത്ത് GST ഒക്കെ കുറച്ച് കട്ട് ചെയ്തിട്ട് ബാക്കി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ. അപ്പം ഈ ടാറ്റ പവറിലൊക്കെ അങ്ങനെ. അപ്പം സിയോണിൽ 1,000 രൂപയ്ക്ക്, ടാറ്റ പവറിൽ 2,000 രൂപയ്ക്ക്, പിന്നെ 1,800 രൂപ അടുത്ത് 1,795 രൂപയ്ക്ക് ചാർജ് മോഡ് KCB ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഔട്ട് സൈഡ് മൊത്തം 7,495 രൂപയ്ക്ക് ഔട്ട് സൈഡ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ കറണ്ട് ബില്ല് വന്നേക്കുന്നത് 17,700 വണ്ടി എടുത്തത്. പിന്നെ മൊത്തം വന്നേക്കുന്നത് 17,700. അതിൽ വീട്ടിലെ കാര്യങ്ങളും കൂടെ ഉണ്ടെന്ന് ഓർക്കണം. അപ്പം മൊത്തം ചിലവ് കണക്ക് കൂട്ടുവാണെങ്കിൽ 25,200 എൻ്റെ എക്സ്പെൻസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കമ്പനി പറയുന്നതിന് 1.2 പൈസ അങ്ങനെ എന്തോ ആണ്. എനിക്ക് 1 രൂപ വെച്ചിട്ട് കിലോമീറ്റർ ഓടിയപ്പോഴും നമുക്ക് അത്ര 25,000 ആയിട്ടുള്ളൂ. അതെ, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം അതിൽ ഞാൻ ഇതിനകത്ത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതേ കാൽക്കുലേഷൻ പെട്രോളിൻ്റെ വില കൂടെ കണക്കാക്കുമ്പോഴാണ്. പെട്രോളിൻ്റെ വില കണക്കാക്കണമെങ്കിൽ ഇപ്പം ഞാൻ പറയാം, ഇപ്പം നമ്മളൊരു 18 കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടിയാണെന്ന് ഓർത്തു. ഈ 25,000 കിലോമീറ്റർ ഓടാനായിട്ട് 18 കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടിയാണെങ്കിൽ നമുക്കൊരു 108 രൂപ വെച്ച് പെട്രോളിൻ്റെ വില കണക്ക് കൂട്ടുമ്പോൾ 1.5 ലക്ഷം രൂപ മേളിൽ വരും. ഒരു 1.51 നമ്മളിടയ്ക്ക് നോക്കിയാൽ അപ്പം 1.51 ആകും, 51,000 രൂപയാവും പെട്രോൾ വണ്ടിയാണെങ്കിൽ. ഈ ഒരു സമയത്ത് 18 കിലോമീറ്റർ മൈലേജ് ഉണ്ടെങ്കിൽ 18 താഴെ മിക്കവാറും വണ്ടി 18 കിലോമീറ്റർ എന്ന് പറയുമ്പം ചില വണ്ടികൾക്കൊക്കെ മാത്രമല്ലേ ഉള്ളൂ. നമുക്കിപ്പോൾ ഇങ്ങനെ കുറച്ച് റഷിലും കൂടെ മൈലേജ് നോക്കിയൊക്കെ ഓടിക്കണമെങ്കിൽ ഒരു 18 കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടിക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1.51 ആകും. അപ്പോൾ ആ സമയത്താണ് നമുക്ക് 25,000 രൂപ പരിപാടി നടന്നേക്കുന്നത്. അത് 4 ആയിട്ടില്ല. ഞാൻ പറയാം, അപ്പം അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടുമ്പം ഞാൻ പറയും, ഇപ്പം ഇത് 7 മാസം കൊണ്ട് 1 വർഷം കൊണ്ട് കണക്ക് കൂട്ടുവാണെങ്കിൽ, അല്ലെ ഒരു ലക്ഷം കിലോമീറ്റർ ഓടുമ്പം ഈ ഒരു ലാഭം കണക്ക് കൂട്ടുവാണെങ്കിൽ 1,48,700 വന്നു നമുക്ക്. സാധാരണ പെട്രോൾ വണ്ടിയേക്കാളും 25,000 കിലോമീറ്റർ ഓടിയപ്പം നമുക്ക് മുതലായ എമൗണ്ട്, നമ്മുടെ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് ബാക്കി മാർജിൻ ഉള്ളത് 1,48,700 ഉണ്ട്. 25,000 കിലോമീറ്റർ, അത് 7 മാസം കൊണ്ട് ഞാൻ 25,000 കിലോമീറ്റർ ഓടി. കിലോമീറ്റർ തന്നെ കൂട്ടിയാൽ മതി. 1,48,700 വന്നു. ഈ 1,48,700 1 ലക്ഷം കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും ഇതിനെ 4 മൾട്ടിപ്ലിക്കേഷൻ വരുമല്ലോ. 6 ലക്ഷം രൂപ 5,94 വരും. 5,94 നമുക്ക് പെട്രോൾ വണ്ടിയേക്കാളും 1 ലക്ഷം കിലോമീറ്റർ കൂടുതൽ ഓടുമ്പോൾ ഇതിന് മുതലുണ്ട്. ഇനി ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന്റെ ബാറ്ററിയുടെ വാറണ്ടി തീർന്ന് തന്നെ ചെയ്യും. പക്ഷേ ഒരു കാര്യമുണ്ട്, അപ്പം നമ്മൾ നോർമലി ചിന്തിക്കുവാണെങ്കിൽ 1 ലക്ഷം കിലോമീറ്റർ നമ്മൾ ഈ റേഞ്ചിൽ തന്നെ നമ്മൾ വണ്ടിയുടെ ബേസ് വാല്യൂ ഹയർ എമൗണ്ട് നമ്മൾ കുറച്ചു. കുറഞ്ഞു. പിന്നെ എത്ര വാറണ്ടി വരുന്നത്? 1,20,000 കിലോമീറ്റർ അല്ലേ? 1,60,000. ഈ പ്ലസ് 60,000 കിലോമീറ്റർ നമുക്ക് ബോണസ് നോർമൽ വണ്ടി ഓടുന്ന ആ റേഞ്ച്, മീൻസ് ടിപ്പിക്കൽ വണ്ടി ഓടുന്ന റേഞ്ചിന്റെ ബോണസ് നമുക്ക് 60,000 കിലോമീറ്റർ ഉണ്ടല്ലോ. അതായത് 1 ലക്ഷം കിലോമീറ്ററിൽ 8 ലക്ഷം രൂപ ഉണ്ടായിരുന്ന ഈ വണ്ടിയുടെ തന്നെ നമ്മൾ 12 ലക്ഷം രൂപയ്ക്ക് എടുത്തു. ആ 5 ലക്ഷം രൂപ 1 ലക്ഷം കിലോമീറ്റർ മീറ്റ് ചെയ്തു. ബാക്കി വരുന്ന 60,000 കിലോമീറ്റർ നമുക്ക് ബോണസ് ആണ് വാറണ്ടിയിൽ.
അതിൽ നമുക്ക് നോർമൽ എക്സ്പെൻസ് കണക്കാക്കാം, അല്ലെങ്കിൽ വണ്ടിയുടെ വിയർ ആൻഡ് ടിയറിൽ കണക്കാക്കാം. ഇനി പോട്ടെ, നമുക്ക് വലിയൊരു കാര്യം ഞാൻ പറഞ്ഞ ഇതാണ്, ഈ ഒരു എക്സ്പെൻസ് മുടക്കിക്കൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് എന്തുണ്ടാക്കാൻ പറ്റും എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഞാൻ പറയുന്നത് ആര് EV എടുക്കണമെന്ന് ചോദിക്കുന്നതിൻ്റെ ആൻസർ അതാ. നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പം ഒരു നോർമൽ വീട്ടിൽ കിടക്കുന്ന ഒരു വണ്ടി, സാധാരണ ഒരു ഫാമിലിക്കുള്ള ഒരു വണ്ടി, അത്യാവശ്യം പള്ളിയിൽ പോകാനും അങ്ങനെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നു, അങ്ങനെ ആൾക്കാർക്ക് ഒരിക്കലും EV പറ്റുമല്ല. ഒരിക്കലും EV പറ്റുമല്ല. ഇല്ല, അതെ, അങ്ങനെ വാങ്ങിച്ചവരെ നമുക്കറിയാം ഇത് ഭയങ്കര ലാഭമാണല്ലോ, ഇതിന് ഇത്ര ഉണ്ടല്ലോ എന്നുള്ള രീതി കാൽക്കുലേറ്റ് ചെയ്ത് പോയിട്ട് EV എടുത്തിട്ട് ഈ പൈസ ഇത്രയും കൂടുതൽ കൊടുത്തു, ആ പൈസ ബാങ്കിൽ കിടക്കുമായിരുന്നെങ്കിൽ, മീൻസ് അങ്ങനെ എടുക്കുന്നവരും മേ ബി കുറച്ച് ലോണിട്ടൊക്കെ എടുക്കാൻ സാധ്യതയുള്ളൂ, അതാണ് ഞാൻ പറഞ്ഞത്. ബാക്കി എന്തെങ്കിലും പരിപാടി ചെയ്യുന്നവരൊക്കെ ആയിരിക്കുമല്ലോ കുറച്ചുകൂടെ ലോൺ ഇടുന്നവർ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം അത് ലാഭകരമല്ല ഒരിക്കലും. 80 കിലോമീറ്ററിന് മേളിൽ ഡെയിലി ഓട്ടോ ഉണ്ട്, അല്ലെങ്കിൽ ഒരു 2500 കിലോമീറ്റർ ഒരു മാസം ഓട്ടോ ഉണ്ടെങ്കിലേ EV മുതലാവുള്ളൂ. അത് എൻ്റെ ഒരു അനുഭവത്തിലും അങ്ങനെയാണ്, നമ്മൾ ബാക്കി കാര്യങ്ങൾ പഠിക്കുമ്പോഴും അങ്ങനെയാണ്. പിന്നെ ഇത് മാത്രമല്ല, എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നാൽ മാത്രം പോരാ, ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം കൂടെ നടക്കുന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ ലാഭമാണ്. ഇപ്പം നമ്മളപ്പം ആ ഒരു സമയത്ത് 8 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ വാറണ്ടി പീരീഡ് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ വലിയ ടെൻഷൻ അടിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഈ ഒരു ടൈമിൽ, അതായത് നമ്മൾ ആ മറ്റേ ഹൈബ്രിഡിൻ്റെ വീഡിയോ കണ്ട സമയത്ത് കൂടുതലും പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്, നമ്മളെങ്ങനെയാണ് നമുക്ക് ഇത് EV നഷ്ടത്തിലോട്ട് പോകുന്നത്, ഇതാർക്കും കൊടുക്കാതെ ലാസ്റ്റ് ഇത് വെറുതെ കളയേണ്ടി വരും, വേസ്റ്റ് ആക്കേണ്ടി വരും. അല്ലെങ്കിൽ ബാറ്ററി മാറണമെന്നുണ്ടെങ്കിൽ 11 ലക്ഷത്തിൻ്റെ വണ്ടിയുടെ ബാറ്ററി മാറണമെന്നുണ്ടെങ്കിൽ 7 ലക്ഷം രൂപയാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് അത്രയും വറിയിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും എന്ത് സംഭവിക്കുന്നു, ഇപ്പം നാളെ ഇപ്പം ഞാൻ പറയാം 2018 അല്ലെങ്കിൽ 2019 അവസാന ഭാഗം വരെ നമുക്ക് 2020, 2021 കോവിഡ് വന്ന് നമ്മുടെ ഒരു പരിപാടി നടക്കുകയല്ല, ആ രീതിയിൽ സ്റ്റക്ക് ആവുമെന്ന് നമ്മൾ ആരും ചിന്തിച്ചില്ലല്ലോ. അതുപോലെയാണ് മുമ്പോട്ട്. അപ്പം ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഒന്ന് ചിന്തിക്കുന്നത്. എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ട ഇത്ര എമൗണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ഓട്ടോ ഉള്ളതിനെ സംബന്ധിച്ച് ലാഭമാക്കാൻ പറ്റുമ്പോൾ തന്നെ വാറന്റിയെ കുറിച്ച് നമ്മൾ ബോധരാകേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ചിന്തിക്കുന്ന വേറൊരു കാര്യമുണ്ട്, ഇപ്പം ടെക്നോളജികൾ മാറിക്കൊണ്ടിരിക്കുക. ഒരിക്കലും ഈ 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപ ഇതിൻ്റെ ബാറ്ററി പാക്ക് മാറാനായിട്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ വാറണ്ടി കഴിയുന്ന സമയത്ത്. 2 കൊല്ലത്തിന് ശേഷം എത്ര ആവുമെന്ന് പോലും പറയാനൊക്കത്തില്ല. കാര്യം ടെക്നോളജി പുതിയത് വന്നുകൊണ്ടിരിക്കുന്നു, ചിലവ് കുറഞ്ഞ ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കുന്നു, വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വേണം ചിന്തിക്കാൻ. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഇപ്പം എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും ലോൺ അനുവദിക്കുന്ന കാര്യങ്ങളാണുള്ളത്. മേ ബി ബാറ്ററിയുടെ വിലയൊക്കെ ഇതുപോലെ തന്നെ നിൽക്കുവാണ്, അഫോർഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെയൊക്കെ വാറണ്ടി കഴിയാറാകുമ്പം മേ ബി ടാറ്റ തന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫിനാൻസിങ് കമ്പനികൾ ബാറ്ററിക്ക് EMI കൊടുക്കാൻ മേലാടിയൊന്നുമില്ല. പിന്നെ കാര്യമുണ്ട്, നമ്മൾ ഒരു പണ്ടത്തരമായ കണ്ടുപിടുത്തമാണ് ഈ 8 ലക്ഷം രൂപയും ബാറ്ററിക്ക് ആകും എന്നുള്ളത്. ഒരിക്കലും ഒരു ബാറ്ററിയുടെ ഇപ്പോൾ 10 സെല്ല് ബാറ്ററി ഉള്ളതാണെങ്കിൽ 10 സെല്ല് അടിച്ച് പോകത്തില്ല. അതില്ല, സെല്ല് മാത്രം മാറും. അത് പറഞ്ഞത് 5 സെല്ലായിട്ട് പോയിട്ടുണ്ടെങ്കിലും 5 സെല്ല് മാറിയിട്ടുണ്ടെങ്കിൽ 4 ആവുള്ളൂ, അല്ല പകുതി എമൗണ്ട് ആവുള്ളൂ. ഇനി എന്നെ ആണെങ്കിലും 5 സെല്ലിന് ഒരിക്കലും പോകത്തില്ല. വേറൊരു കാര്യം കൂടെ ഉണ്ട്, കാര്യം ഇപ്പൊ ഈ 5 സെല്ല് പോകുമ്പോൾ 5 സെല്ല് പുതിയ ഇടുമ്പോൾ ബാക്കി 5 സെല്ല് കൂടെ അടിച്ചു പോകുമെന്ന് പറയുന്ന ആൾക്കാരും കാണും. പക്ഷെ അതൊക്കെ ഒരു അല്ല, നെഗറ്റീവ് പറയാനാണ് നമുക്ക് ഏത് കാര്യത്തിലും നെഗറ്റീവ് കണ്ടുപിടിക്കാമല്ലോ. അല്ല, ഞാനിപ്പം ചിലരുണ്ട്, ഇപ്പം ഇതിൻ്റെ ടിയാഗോയുടെ ഗ്രൂപ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, EV ക്ലബ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ടിയാഗോയുടെ ഗ്രൂപ്പ് ഞാനില്ല, അല്ലാതെ ടിയാഗോ EVയുടെ ഗ്രൂപ്പുണ്ട്, അങ്ങനെ 2-3 ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിലെല്ലാം കാണുന്ന കാര്യങ്ങൾ ആൾക്കാർ, ഞാൻ ഒരു മോശമായിട്ട് പറയുന്നൊന്നുമല്ല, നമ്മളിപ്പം വണ്ടി എടുത്തിട്ട് ചെറുതായിട്ട് മൈന്യൂട്ടായിട്ടുള്ള കംപ്ലയിൻറ്റ്സ് എന്താണ് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ചെറിയ ചെറിയ പ്രോബ്ലംസ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഈഗറായിട്ട് നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെ നമ്മൾ നോക്കിയിരുന്നാൽ നമ്മൾ കംപ്ലയിൻറ്റ്സ് കണ്ടുപിടിക്കത്തുള്ളൂ, വണ്ടിയിൽ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവത്തില്ല. അങ്ങനെ അപ്പം കുറച്ചുകൂടെ പക്ഷേ പോസിറ്റീവായിട്ട് നിൽക്കുവാണെങ്കിൽ, പോസിറ്റീവായിട്ട് സംസാരിക്കുവാണെങ്കിൽ നമുക്ക് ഇതൊക്കെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നെഗറ്റീവ് പറയാനാണെങ്കിൽ ആൾക്കാർക്കുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്, അതൊരു വിഷയമല്ല. പക്ഷേ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ടൊയോട്ട നിന്നുകൊണ്ടിരുന്നതാണ്. കാര്യം ടൊയോട്ട എന്ന് പറഞ്ഞൊരു പ്രൈഡ്ഫുൾ മൊമെന്റ് നിങ്ങൾ അവിടെ നിന്നപ്പോൾ ഒത്തിരി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒത്തിരി പ്രൈഡ് കസ്റ്റമേഴ്സ്. അതേപോലെ തന്നെ സർവീസിന്റെ കാര്യത്തിലാണെങ്കിലും ടെൻഷൻ ഇല്ല. ആ ഒരു എൻറ്റയർലി, പക്ഷേ ടാറ്റ എന്ന് പറയുമ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഭയങ്കര ഇച്ചിരി നെഗറ്റീവ്സ് വന്നതാണ്. ഇച്ചിരി അല്ല, അത്യാവശ്യം നന്നായിട്ട് നെഗറ്റീവ് വന്നായിരുന്നു. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പിന്നെ ആ സമയത്ത് എൻ്റെ ഒരു കോൺഫിഡൻസ് എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മളൊന്ന് ഓട്ടോമൊബൈൽ ഫീൽഡിലാണ്, ഇപ്പം സർവീസിൻ്റെ സൈഡിലോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമുക്കതൊന്ന് സോൾവ് ചെയ്യാം, നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് സോൾവ് ചെയ്യാനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അന്ന്. അതായിരുന്നു. പക്ഷേ ഞാൻ പറയാം, ഇപ്പം നമ്മൾ 4 സർവീസ് ചെയ്തു. ഞാൻ MG എന്നാണ് വണ്ടി എടുത്തത്. കാര്യം വണ്ടി എടുക്കുന്ന സമയത്ത് ലെക്സോൺ വന്നിട്ടില്ല, ലെക്സോൺ വരുന്നെന്ന് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. ലെക്സോൺ വന്നായിരുന്നു, പക്ഷേ EV ആയിട്ടില്ലായിരുന്നു, EVയുടെ സെയിൽസ് ആയിട്ടില്ലായിരുന്നു. അപ്പം ആ ഒരു സമയത്താണ് നമ്മളങ്ങനെ ചെയ്തത്. അപ്പം പിന്നെ എന്നാ കാര്യം എന്ന് ചോദിച്ചാൽ,
വണ്ടി MKന്ന് വണ്ടി എടുത്തു. എൻ്റെ കൂടെ ടൊയോട്ടയിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ തന്നെയായിരുന്നു അവിടെ സെയിൽസിലുണ്ടായിരുന്നത്, ടീം ലീഡേഴ്സ് ആയിരുന്നത്. ഏസമായിട്ട് എൻ്റെ പഴയൊരു ടീം ലീഡർ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ആ സെയിൽസിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട വന്നിട്ടില്ല. വളരെ നല്ല സർവീസ് ആയിരുന്നു MK. പിന്നെ സർവീസ് ചെയ്തതും ഫസ്റ്റ് സർവീസ് ചെയ്തത് MK തന്നെ, സെക്കൻഡ് സർവീസ് ചെയ്തതും തേർഡ് സർവീസ് 3 ഫ്രീ സർവീസ് ചെയ്തതും MKയിലാണ്. അപ്പം അന്ന് എനിക്ക് എളുപ്പം MK ആയിരുന്നു. നമുക്ക് ഈ ഓട്ടങ്ങളുടെ ഇടയ്ക്ക് സമയക്കുറവ് കാര്യങ്ങളൊക്കെ വരും, മാർക്കറ്റിൽ പോകണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഈ ഇത്ര ഓട്ടം വരുന്നത്. പിന്നെ ലാസ്റ്റ് സർവീസ് ഇപ്പോൾ ചെയ്തത് ലെക്സോണിലാണ് ചെയ്തത്. ലെക്സോൺ ചെയ്തിട്ട് ഞാൻ ലെക്സോൺ ചെയ്തപ്പം അതിന് മുമ്പ് വരെ സർവീസ് അങ്ങ് ചെയ്തെടുക്കുക, ഫസ്റ്റ് സെക്കൻഡ് സർവീസ് ഞാൻ അതിനെക്കുറിച്ച് വറീഡ് ആയിട്ടുള്ള വണ്ടി കൊണ്ടു കൊടുത്ത് വണ്ടി ഇട്ടു, കഴിഞ്ഞപ്പോൾ എടുത്തുകൊണ്ട് വന്നു, അത്രേ ഉള്ളൂ. ലെക്സോൺ ഞാൻ ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, സർവീസ് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചു, ഏത് ക്വാളിറ്റിയിലാണ് നമുക്ക് കിട്ടുന്നത്, വണ്ടിയാണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മുഴുവൻ നോക്കി നിന്നു. അത് പെയ്ഡ് സർവീസ് ആയിരുന്നു. പെയ്ഡ് സർവീസിലെ ആദ്യത്തെ സർവീസ് ആയിരുന്നു. എക്സലൻറ്റ് സർവീസ് ആയിരുന്നു, സൂപ്പർ സർവീസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നില്ല അന്ന് ടൊയോട്ടയിൽ നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ നമ്മളൊരു കസ്റ്റമറായിട്ട് പോയിരിക്കുവാണെങ്കിൽ നമുക്ക് ടൊയോട്ട വണ്ടി തന്നെയാണ്, വേറെ പെട്രോൾ വണ്ടിയൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ ആ ഒരു സെയിം ഫീല് തന്നെ ലെക്സോണിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പം പ്രൊമോട്ട് ചെയ്യുന്ന അങ്ങനെ കാര്യങ്ങളൊന്നും അല്ല. അല്ല, നമുക്ക് അറിയാം. നമ്മൾ ഇത്ര നാളൊരു 6 വർഷമായിട്ട് അതിന്റെ മേഖലയിൽ നിന്നുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം. തീർച്ചയായിട്ടും. പിന്നെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, ഞാനിപ്പോൾ ഇത്രയും പറയാനുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, എങ്ങനെയുണ്ട് ലെക്സോണിന്റെ സർവീസ് എന്ന് എനിക്കൊന്നും അറിയണമല്ലോ. തീർച്ചയായിട്ടും പുതുതായിട്ട് വരുമ്പോൾ നമുക്കൊരു ഈഗറിംഗ് ഉണ്ട്. അതെ, അപ്പം നല്ല സർവീസ് ആയിരുന്നു. പിന്നെ അപ്പം ഇനിയിപ്പോൾ സർവീസിന്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ല. അടുത്ത സർവീസ് ചെയ്യാനാണെങ്കിലും അടുത്ത പിന്നെ ഇപ്പം ടാറ്റയുടെ സർവീസ് മോശമായിരുന്നു എന്നൊക്കെ പഴയ കാര്യങ്ങൾ കേട്ടേക്കുന്നതൊക്കെ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. പിന്നെ ഈ സഞ്ജുട്ടക്കയുടെ കാര്യമൊക്കെ നമ്മളന്ന് കണ്ടതേ ഉള്ളൂ വലിയൊരു ഇതായിട്ട് ഞാൻ കണ്ടേക്കുന്ന കാര്യങ്ങൾ. അവർക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ വേറെ കസ്റ്റമർ റിലേഷൻഷിപ്പിൽ ബാക്കിയുള്ളവരോട് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ടാറ്റയ്ക്ക് പൊതുവെ ഷോറൂംസ് കുറവായിരുന്നു, വണ്ടി അതേപോലെ അവൈലബിലിറ്റി കൂടിയായിരുന്നു. അപ്പോൾ ഒരു കസ്റ്റമർ റിലേഷൻ്റെ ചെറിയ ഇഷ്യൂ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രശ്നത്തിൽ വണ്ടികൾ വരുന്നതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉറപ്പുണ്ടായിരുന്നു തോന്നല്ലേ. പക്ഷെ അതൊന്നും എനിക്ക് ഫീൽ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ നമുക്കിപ്പം ടൊയോട്ടയിലാണെങ്കിൽ ടൊയോട്ടയുടെ വണ്ടി രാവിലെ നമ്മൾ നേരത്തെ സർവീസ് അപ്പോയിന്റ്മെന്റ് എടുത്ത് രാവിലെ 9 മണിക്കാണ് അപ്പോയിന്റ്മെന്റിൽ 9 മണിക്ക് വണ്ടി കൊടുത്താൽ 11 മണി 11:30 ആകുമ്പോൾ വണ്ടി നമുക്ക് കിട്ടും. വേറെ പ്രശ്നങ്ങൾ അങ്ങനെ വന്നിട്ടില്ല. ഇല്ല, വളരെ നല്ല സർവീസാണ്. സർവീസിലൊന്നും എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട്, അതായത് ഒരു പോരായ്മ എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നമ്മളിപ്പോൾ 25,000 കിലോമീറ്റർ വണ്ടി ആയിട്ടുള്ളൂ, നല്ല കിലോമീറ്റർ ആണ്. നമുക്കൊരു ഫീഡ്ബാക്ക് പറയാനുണ്ട്. 25,000 കിലോമീറ്റർ ഓടിയതിന്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് പറയാൻ ശരിക്കും ഉണ്ട്. ശരിക്കും നമുക്ക് സ്റ്റാർട്ടിങ് അറിയാൻ പറ്റും ഇവരുടെ മുമ്പോട്ടുള്ള പെരുമാറ്റം എങ്ങനെയാണ് നമുക്ക് തീർച്ചയായിട്ടും അനുഭവിച്ചറിയാനുള്ള ഒരു സാഹചര്യമായി 25,000 കിലോമീറ്റർ എന്ന് പറയുന്നത്. അതെ. സർവീസ് കുഴപ്പമില്ല അല്ലേ? സർവീസ് സൈഡിൽ ഒരു കുഴപ്പമില്ല. വണ്ടിയുടെ റൈഡിങ്ങിൽ യാതൊരു കുഴപ്പമില്ല. വണ്ടിയുടെ റൈഡിങ് ഞാൻ ഭയങ്കര കംഫർട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും തന്നെയായിരിക്കും വണ്ടിയിലുണ്ടാകുന്നത്. റൈഡിങ് വളരെ നല്ലതാണ്. അതെന്ന് വെച്ചാൽ ഇപ്പം വണ്ടിയുടെ പെർഫോമൻസിൽ ഒരു കുറ്റം പറയാനില്ല. വണ്ടിയുടെ പെർഫോമൻസിൽ യാതൊരു കുറ്റം പറയാനില്ല. നമുക്കൊന്ന് മനസ്സ് വെച്ചാൽ ഒന്ന് ഓവർടേക്ക് ചെയ്യണമെന്ന് ഓർത്താൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റും. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഓട്ടോമാറ്റിക്കിൻ്റെ ഇപ്പം ഞാൻ പറയുന്നത് DSG ആണെങ്കിൽ ഏതാണ്ട് ഇതുപോലൊക്കെ കിട്ടും. പക്ഷെ ആ ഒരു ഫീല് നമുക്ക് അതെ ഇപ്പോൾ പോളോ GT ഓടിക്കാൻ പറ്റുന്ന ഒരു ഫീല്, അതിൻ്റെ ഒരു പെർഫോമൻസിന്റെ ഫീല് നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞ കാര്യമാണ്, EV വണ്ടികളെ ഞാൻ ഒരിക്കലും പവറിന്റെ കാര്യത്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യത്തില്ല. കാര്യം ഒന്ന് ഓടിച്ചാൽ ഈ കുറ്റം പറഞ്ഞവർക്ക് ഒന്ന് ഓടിച്ചാൽ അതിന്റെ ചരിത്രം മാറ്റി എഴുതുന്നത്. ഞാൻ പലതും കണ്ടിട്ടുണ്ട്. ഇപ്പൊ EV ആയിട്ട് കമ്പയർ ചെയ്യുന്ന വീഡിയോ നമ്മുടെ വീഡിയോസിൽ തന്നെ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട്. EV വണ്ടി ഇത് ഓടിച്ചാൽ എന്ത് ഫീലാണ് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് റൈഡ് ചെയ്യാത്തതുകൊണ്ടാണ്. ഇനിയിപ്പം സത്യം പറഞ്ഞാൽ ലെക്സോൺ ചെയ്യാനാണ് തീരുമാനം. ഒരു പെയ്ഡ് സർവീസ് ചെയ്തപ്പം ബാക്കി ഇനിയിപ്പോൾ ലെക്സോണിലങ്ങ് പോട്ടെ. പെയ്ഡ് സർവീസിന് 3000 സംതിങ് 3500 താഴെ ഒരു എമൗണ്ട് ആയിട്ടുള്ളൂ. ചെറിയ പാർട്സുകളോ അങ്ങനെ വലിയ റീപ്ലേസ്മെന്റ് അങ്ങനെ ഇല്ലായിരുന്നു തോന്നുന്നു. അങ്ങനെ 3500 താഴെ ഒരു എമൗണ്ട്, 3100 സംതിങ് അങ്ങനെ എനിക്ക് തോന്നുന്നത്. അതേ ഉള്ളൂ. റൈഡിംഗ് കംഫർട്ട് അപാര റൈഡിംഗ് കംഫർട്ട്, EVയുടെ റൈഡിംഗ് കംഫർട്ട് നമുക്കറിയാലോ. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു ടെൻഷനേ ഇല്ല. കാര്യം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്ന് ഓവർടേക്ക് ചെയ്യണമെന്ന് മനസ്സ് വെച്ച് ആ സമയത്ത് ഓവർടേക്ക് ചെയ്ത് പോവാം. അതാണ്, അത് ഇതിൽ നടക്കും. അത് നോർമൽ മോഡിൽ തന്നെ പരിപാടിയെല്ലാം നടക്കും. ഇനി നമുക്കൊരു വലിയ എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ പവർ മോഡിൽ സൂപ്പറാവും. പക്ഷെ പവർ മോഡിൽ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു പക്വതയൊക്കെ വേണം. വണ്ടി അതുപോലെ അഗ്രസീവാണ്. പിന്നെ ഇതിന്റെ എയറോഡൈനാമിക്സ് അത്യാവശ്യം ഓക്കെ ആണെന്ന് തോന്നുന്നു. വണ്ടി ചെറിയ വണ്ടിയും കൂടെ ആയതുകൊണ്ട് പെർഫോമൻസിന്റെ കാര്യത്തിൽ എനിക്ക് ഒന്നും പറയാനില്ല. കാര്യം വേറൊന്നും പറയാനില്ല, അടിപൊളിയുണ്ട്. നമ്മൾ പല വണ്ടികളും നമുക്കറിയാലോ, ഓരോ വണ്ടികളും പേരെടുത്തൊന്നും പറയുന്നില്ല. നമ്മൾ ഫീൽഡിൽ ഇത്ര നാളുണ്ടായിരുന്നതുകൊണ്ടും അറിയാം. പക്ഷെ നമ്മൾ ഒരു ഹൈബ്രിഡ് കിട്ടാത്ത ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അക്കാര്യത്തിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമുക്ക് അടുത്ത സെഗ്മെന്റ് നോട്ടുണ്ട്. തീർച്ചയായിട്ടും EV വണ്ടികളുടെ റേഞ്ച് ആണല്ലോ ഒരു മുഖ്യധാര.
അപ്പോൾ അതിന് നമുക്കിപ്പോൾ എത്ര കിട്ടുന്നല്ലോ? അത് വേണമെങ്കിൽ നമുക്ക് ഈ ഡ്രോബാക്സ് പറയുന്ന എല്ലാ കാര്യത്തിനും കൂടെ വേണേൽ പറയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ലോങ് റേഞ്ചിൽ കമ്പനി അവകാശപ്പെടുന്ന 315 ലിറ്റർ, 315 കിലോമീറ്ററാണ്. എനിക്ക് 315 ഒന്നും കിട്ടിയില്ല. റേഞ്ച് കാണിച്ചിട്ടുണ്ട്. റേഞ്ച് കാണിക്കുന്നത് എപ്പോഴും നമ്മൾ തലേദിവസത്തെ ഡ്രൈവിംഗ് എങ്ങനെയായിരുന്നു എന്നുള്ളത് അവസാനത്തെ ഒരു 10 കിലോമീറ്റർ ഒക്കെ നോക്കിയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് 10% താഴെ വന്നു കഴിഞ്ഞാൽ ലിംബോ മോഡ് ഓൺ ആവും. അത് കഴിഞ്ഞ് പിന്നെ വണ്ടി ഒരു നിശ്ചിത സ്പീഡിലേ പോവുള്ളൂ, AC കട്ട് ഓഫ് ആവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വളരെ കുറച്ച് പവർ മാത്രമേ ബാറ്ററിയിൽ നിന്ന് എടുക്കുന്നുള്ളൂ, അങ്ങനെ പോകുന്നുള്ളൂ. നമ്മളൊരു 2-3% വരെ വണ്ടി അങ്ങ് ഓടിച്ച് എന്നിട്ടാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ പിറ്റേ ദിവസം ഫുൾ ചാർജ് ആയി കഴിയുമ്പോൾ ചിലപ്പോൾ 315, 320, 330 ഒക്കെ റേഞ്ച് കാണിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ഓടുന്നത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 200 കിലോമീറ്റർ, 215 കിലോമീറ്റർ, 230 കിലോമീറ്റർ, ഇതൊക്കെ ആവറേജ് നമുക്ക് കിട്ടുള്ളൂ. 230 ഒക്കെ കിട്ടിയിട്ടുണ്ട്. 230 ഒക്കെ അത്യാവശ്യം നമ്മൾ നോക്കി ഓടിക്കുമ്പോൾ, പിന്നെ വണ്ടി എടുത്ത സമയത്ത് ഈ കാര്യത്തിലൊക്കെ നമ്മൾ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ആണ്, നമ്മൾ കുറച്ചുകൂടെ നോക്കി വണ്ടി ഓടിക്കുമായിരുന്നു. ഇപ്പം പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു വരുന്നു. നമ്മൾ കണക്ക് കൂട്ടി കഴിഞ്ഞ് 200 കിലോമീറ്റർ ഇപ്പം കിട്ടുന്നുള്ളൂ. 200 കിലോമീറ്ററാ കുഴപ്പമില്ല. പിന്നെ ഞാൻ പറയാം, നമ്മൾ ഈ ലൊക്കാലിറ്റി കിടന്ന പിന്നെ കേരളത്തിൽ എവിടെ നമുക്ക് വണ്ടി ഓടിക്കാം ധൈര്യമായിട്ട്. കേരളം അത്യാവശ്യം ഇലക്ട്രിഫൈഡ്, എവിടെ പോയാലും. ഹൈബ്രിഡ് ഫാൻ ഞാൻ ചോദിക്കുകയാണ്, ഇതും കൊണ്ട് ലോങ് റേഞ്ച് പോകുമ്പോൾ നേരിടുന്ന 3-4 പ്രശ്നങ്ങൾ ഞാനിവിടെ പറയുകയാണ്. അപ്പം ബ്രോയുടെ 25,000 കിലോമീറ്ററിലെ എക്സ്പീരിയൻസ് ചെയ്യുന്ന അതിനെ എങ്ങനെ കാണുന്നതെന്ന് പറയാൻ. ഒന്ന്, ലോങ് റേഞ്ച് പോകുമ്പോൾ ചാർജിങ് സ്റ്റേഷൻസ് അവൈലബിളാണ്. നമുക്കൊരു 1 hour വെയിറ്റിംഗ് പീരീഡ് അതൊന്ന് വരും. പിന്നെ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട്, ഹസിൽ ഫ്രീ ആയിട്ട് ഓടിക്കാന്നുള്ള ഒരു ഇത് പറ്റത്തില്ല. കാരണം ഇപ്പോൾ 200 കിലോമീറ്റർ റേഞ്ചിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തിരുവനന്തപുരം വിശ്വസിച്ച് പോകാൻ പറ്റുമെന്നുള്ളത് അങ്ങനെ ഒരു ചിന്താഗതിയൊക്കെ വരുമല്ലേ. ടിപ്പിക്കലി ക്വസ്റ്റ്യൻ എത്ര ഉള്ളൂ, അതായത് ലോങ് റേഞ്ചിനെ ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നു? ലോങ് റേഞ്ചിനെ മാനേജ് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ഏറ്റവും ലോങ് പോയിരിക്കുന്നത് ഇതിനകത്ത്, ഞാൻ ഫ്രാങ്കായിട്ട് പറയുക, ഞാൻ വേളാങ്കണ്ണി പോയിട്ടുണ്ട് വണ്ടിയായിട്ട്. അത് ആദ്യത്തെ ഒരു ഇതായിരുന്നു. വണ്ടി കൊണ്ട് എവിടെ വരെ എങ്ങനെ പോകാം എന്നുള്ളൊരു കണക്കുള്ള. ഞാൻ എൻ്റെ ഫ്രണ്ട് മാത്രമേ പോയുള്ളൂ. അപ്പോൾ ഫാമിലി ആയിട്ടൊന്നും അല്ല പോയത്. കാര്യം എന്തെങ്കിലും സംഭവിച്ചാലും നമ്മൾ മാത്രം പെട്ടാൽ മതിയല്ലോ. അതെ. അപ്പൊ അങ്ങനെ പോയപ്പോഴത്തേക്കും അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ, ഞാൻ പ്ലക്ഷറിൽ നോക്കി എവിടെയൊക്കെയാണ് ചാർജിങ് സ്റ്റേഷൻസ് ഉള്ളത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഈ EV ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് പ്ലാൻഡ് ആവണം, ട്രിപ്പൊക്കെ കുറച്ചുകൂടെ പ്ലാൻഡ് ആവണം, ലോങ് ഒക്കെ പോവാണെങ്കിലും. നാട്ടിലൂടെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും. അപ്പം നോക്കി ഇപ്പം കുമളിയിലുണ്ട്. ഇപ്പം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്, മുണ്ടക്കയുണ്ട്, കുട്ടിക്കാനമുണ്ട്, കുമളിയുണ്ട്, അങ്ങനെയുണ്ട്. അപ്പം ഞാൻ കണക്ക് കൂട്ടിയത് രാവിലെ പോകുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കുമളി ചെന്നിട്ട് കഴിക്കാം, ആ സമയത്ത് കുത്തിയിടാം, അങ്ങനെ ഒരു കാൽക്കുലേഷൻ ആയിരുന്നു. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ തേനിയുണ്ട്, അപ്പം അതിനപ്പുറത്തേക്ക് പിന്നെ ഉണ്ട്. അപ്പം അങ്ങനെ പോകുമ്പം ഞാൻ കുമളി ചെല്ലുന്ന സമയത്ത് ഒരു നെക്സോണോട് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക, തമിഴ്നാട് വണ്ടിയാണ്. അപ്പം ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഇവർ പോകാനായിട്ട് എന്താണെങ്കിലും ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ എടുക്കും. അടുത്ത ചാർജിങ് സ്റ്റേഷൻ നോക്കുമ്പം എനിക്ക് തേനിയിലുണ്ട്, തേനി വരെ ചെല്ലാനുള്ള ചാർജ് സഫീഷ്യൻ്റ് ആയിട്ടുണ്ട്, എന്നാൽ നമുക്ക് തേനിക്ക് പോയേക്കാന്ന് പറഞ്ഞിട്ട് തേനിക്കാൻ പോയി. തേനി ചെന്ന് കഴിഞ്ഞപ്പം 2 ചാർജിങ് സ്റ്റേഷൻസ് കാണിക്കുന്നുണ്ട്, 2ഉം വർക്കിംഗ് അല്ല. അപ്പോൾ പണി കിട്ടി. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അടുത്തത് തൃച്ചിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ വരെ ചാർജിങ് സ്റ്റേഷൻ കാണിക്കുന്നുണ്ട്, പക്ഷെ അവിടെ വരെ പോകാനുള്ള റേഞ്ച് ഇല്ല, വണ്ടിക്കില്ല. പിന്നെ നമ്മൾ പെട്ടു. ഞാൻ ഇവിടെയുള്ള ഫ്രണ്ട്സിനെ വിളിച്ച് നോക്കി, ടാറ്റയിലുള്ളവരെ. അപ്പോൾ അവർ പറഞ്ഞു അവിടുത്തെ ഇവർക്ക് അങ്ങനെ കണക്ഷൻ ഇല്ല അവിടുത്തെ ഷോറൂമുമായിട്ട്, ഒന്ന് ട്രൈ നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു പുതുതായിട്ട് തുടങ്ങിയൊരു ടാറ്റ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി സ്ലോ ചാർജ് ചെയ്തു. സമയം പോയി, സമയം ഒരു 2 മണിക്കൂർ പോയി. അപ്പം നമ്മൾ കണക്ക് കൂട്ടുന്നത് അവിടെ മുതൽ അടുത്ത ചാർജിങ് സ്റ്റേഷൻ വരെ പോകാനുള്ള ചാർജ് മാത്രം ഞാൻ ചെയ്തിട്ട് പോയി. അതും പിന്നെ ഒരു 10 കിലോമീറ്റർ എക്സ്ട്രാ കൊണ്ട് റേഞ്ച് ആവുന്ന പോലെ ഇപ്പോൾ പിടിച്ചങ്ങ് പിടിച്ച് പോകാം എന്നൊക്കെ കരുതിയിട്ട്. കാര്യം സമയം പൊയ്ക്കൊണ്ടിരിക്കുക. ഇത് നമ്മൾ സ്ലോ ചാർജിങ്ങിൽ നമുക്ക് ക്ഷമയില്ല, സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് അതങ്ങനെ ചെയ്തു. അവിടുന്ന് ചെയ്യുകയും ചെയ്തു. അമ്മമാർ അതിന് പൈസയും മേടിച്ചു. അത് മുതലാക്കി അമ്മമാർ. നമുക്ക് എങ്ങനെയും പോകണമല്ലോ. പിന്നെ പോയി. പിന്നെ അന്ന് മുതൽ ഞാൻ പഠിച്ചു, നമ്മൾ ഒരു ചാർജിങ് സ്റ്റേഷൻ കണ്ട നമ്മളിപ്പോൾ ലോങ് പോവുകയാണെങ്കിൽ ആ ഫസ്റ്റ് ഓപ്ഷനിൽ നിന്ന് തന്നെ എപ്പോഴും ചെയ്തിട്ട് പോകുന്നത് നല്ലത്. ഏറ്റവും ആദ്യം കാണുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ പിടിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് പിന്നെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് കാവേരി ടാറ്റയുടെ ഷോറൂം ആയിരുന്നു. പിന്നെ ബാക്കി കാര്യങ്ങൾ ഓക്കെ ആയിരുന്നു. പക്ഷെ സമയം പോയി. സമയം ഞങ്ങൾക്ക് 2-2.5 മണിക്കൂർ അവിടെ വേസ്റ്റ് ആയി. അതും ഞാൻ ഈ പരിപാടി കാണിച്ചുകൊണ്ടാ. ആദ്യം നമ്മൾ കുമളിയിൽ നിന്ന് വെയിറ്റ് ചെയ്തിട്ട് ചാർജ് ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. താമസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് നമ്മൾ നിൽക്കാൻ പറ്റാഞ്ഞത് കൊണ്ട് പിന്നെ അപ്പം അതൊരു പാഠമായിരുന്നു. അതിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചു. പിന്നെ മുന്നോട്ട് പോയി. പിന്നെ ഞാനിപ്പം പിന്നെ ഞങ്ങൾ ബാക്കി പോയതും തിരിച്ചു വന്നതും എല്ലാം ഒന്നെങ്കിൽ ഒരു ടീ ബ്രേക്കിന്റെ സമയത്ത് അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട്. ഇപ്പം അവിടെ കൂടുതലും തമിഴ്നാട്ടില് വേളാങ്കണ്ണി റൂട്ടില്
ഒട്ടും തന്നെ ഇലക്ട്രിഫൈഡ് അല്ല. ഞാൻ അങ്ങോട്ട് പോയിട്ട് ആകെ ഞങ്ങളൊരു നെക്സോൺ EV മാത്രമാണ് തമിഴ്നാട്ടിൽ വെച്ച് തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടി കണ്ടത്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ചെക്കിങ് ചോദിച്ചു, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കാൻ പറഞ്ഞു. വണ്ടി പുതിയ വണ്ടിയായിരുന്നു. അപ്പം അവിടെ ആ പോലീസുകാരന് ഇതെന്താണോ ഇത് റെന്റക്കാരാണോ എന്ന് ചോദിച്ചു. മറ്റേ അപ്പം പിന്നെ പുള്ളിയൊക്കെ പറഞ്ഞു വിട്ടു. പക്ഷെ പുള്ളിക്ക് അത്ര ആ സമയത്ത് എനിക്ക് മനസ്സിലായത് നാഗപട്ടണം സൈഡിൽ നിന്ന് എവിടുന്നാണ്. അപ്പം പുള്ളിക്ക് അതിനെ കുറിച്ച് വലിയ അറിവില്ല. പുള്ളി പിന്നെ ശ്രദ്ധിക്കാതെ പറഞ്ഞാണോ എന്ന് എനിക്കറിയാൻ മേല. അവരെങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല EV അവിടെ. അതങ്ങനെ. പിന്നെ ബാക്കി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഈ ട്രിവാൻഡ്രം പോകുന്നൊക്കെ കേസിൽ തിരിച്ചു വന്നപ്പോൾ വളരെ കൂളായിട്ട് എത്തി. നമ്മൾ കുറച്ചുകൂടി പ്ലാൻഡായിട്ട് പോകുന്നു. സമയം വേസ്റ്റ് ആകുമോ എന്ന് ചോദിച്ചാൽ ഇതിപ്പം സാധാരണ ചാർജ് ചെയ്യുന്നത് ഒരു 20% നിന്ന് 90 വരെ എത്താനായിട്ട് ഒരു 40 മിനിറ്റ് ഒക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു 90 മുകളിലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുകയില്ല. പിന്നെ സ്ലോ കയറത്തില്ല, സ്പീഡില്ല. പിന്നെ അപ്പം നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പം ഒരു ഫുഡ് കഴിക്കുന്നതിനേക്കാളും ഒരു 20 മിനിറ്റ്സും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യും, ബ്രേക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ ചെറിയൊരു ടൈം വരുന്നുണ്ട്, കുറച്ചുകൂടെ ലാഗ് വരുന്നുണ്ട്. പക്ഷെ നമുക്കത് നല്ല, നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ള ഒരു ടൈമും കാര്യങ്ങളും കിട്ടുന്നുണ്ട് എന്ന് വേണമെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് കാണാം. പിന്നെ കേരളത്തിൽ ഓടാൻ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. കേരളത്തിൽ ഞാനിപ്പം പറയാം, ഞാൻ മാസത്തിൽ എങ്ങനെയാണെങ്കിലും 1-2 തവണ മണ്ണൂത്തി പോകുമ്പം അത് രാവിലെയുള്ള വേറെ കാര്യങ്ങൾ എന്തെങ്കിലും കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. തിരിച്ചു വരുന്നതിന് മുമ്പ് ചാർജ് ചെയ്യണം. അപ്പം ഞാൻ മണ്ണൂത്തി പോയിട്ട് തിരിച്ചു, ഞാൻ ഫെർട്ടിലൈസർ ഫീൽഡില്ല, തിരിച്ചു വരുമ്പോൾ ഇവിടെ ആനന്ദ ഭവനുണ്ട്. ഫുഡ് കഴിക്കുന്ന കൂടെ ചാർജ് ചെയ്യും. ആ ഫാസ്റ്റ് ചാർജറാണ് അത്. പിന്നെ 100% ഒന്നും വേണ്ട, അതിന്റെ ആവശ്യമില്ല. 100% നമ്മൾ കാണിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പോരാം, അല്ലെങ്കിൽ 90% കാണിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പോരാം. പിന്നെ അല്ലെങ്കിൽ ചാർജ് മോഡിയിൽ നിന്ന് കേരളത്തിലാണെങ്കിൽ കൂടുതൽ ചാർജ് ചെയ്യും. സിയോണിൽ വളരെ റയറായിട്ട്, സിയോണിൽ ഇച്ചിരി പൈസ കൂടുതലുണ്ട്. അതെ, കൂടുതൽ ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് ഗോയിസിന്നാണെങ്കിൽ ഈ ഭാഗത്തുനിന്നൊക്കെ ആണെങ്കിൽ ഗോയിസിന്ന് അത്യാവശ്യം കുറച്ച് കൂടുതൽ ഓടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഗോയിസിന്ന് ചെയ്യും. ട്രിവാൻഡ്രം പോവുകയാണെങ്കിൽ ചാർജ് മോഡിൽ നിന്ന് ചെയ്യും. ട്രിവാൻഡ്രം നമുക്ക് പോകുമ്പോൾ കറക്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ട്, അവിടെ നിന്ന് തന്നെ സെയിം എപ്പോഴും അവിടെ തന്നെ ചെയ്യും. മാസത്തിൽ ഒന്ന് ട്രിവാൻഡ്രം പോകാറുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എനിക്ക്, അതായത് ബാറ്ററി തീർന്നിട്ട് എനിക്കൊരു ആങ്സൈറ്റിയുടെ പ്രോബ്ലം ഈ വേളാങ്കണ്ണി പോക്ക് കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ല. അവിടെ നമ്മൾ പഠിച്ചു. അപ്പൊ റേഞ്ച് ആങ്സൈറ്റി എന്ന് പറയുന്ന പ്രശ്നം നമുക്കില്ല. പിന്നെ ഞാൻ എല്ലാ ദിവസവും ചാർജ് ഇടും. നമ്മൾ ഒരു ദിവസം ഓട്ടം വളരെ കുറവാണ്, 80% മേളിൽ ചാർജ് ഉണ്ടെങ്കിൽ മാത്രമേ അന്ന് കുത്താതിരിക്കുള്ളൂ. അതിന് താഴെയാണെങ്കിൽ ചാർജ് ഡെയിലി കുത്തും. അപ്പൊ നമ്മൾ പറയും ഇതിന്റെ ചാർജിങ് സൈക്കിൾസിൽ 100% ആവുന്നത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 3000 സൈക്കിൾസ് എങ്ങാണ്ടാ പറയുന്നത് ബാറ്ററിയുടെ ഒരു കപ്പാസിറ്റിക്ക്. അതൊക്കെ ചിലപ്പം ബ്രേക്ക് ആവുമായിരിക്കും. പക്ഷെ നമ്മൾക്ക് ഇപ്പോഴത്തെ കാര്യം നടക്കണമല്ലോ. ഞാൻ ഇപ്പം പറയുന്നത്, ഞാൻ ഭയങ്കര ഒരു സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, ഭയങ്കരമായിട്ട് വണ്ടീനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അല്ല പറയുന്നത്. നമ്മളൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ സാധാരണ ആൾക്കാർ EV ഉപയോഗിക്കുന്ന ആൾക്കാർ, എനിക്കറിയാവുന്ന 1-2 പേര് ഇതേ രീതിയിലൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതെ, നമ്മൾ വളരെ ഒന്ന് ഫ്രീ ആയിട്ട് ഇത് ഉപയോഗിച്ചാൽ മാത്രമേ, നമുക്ക് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നിട്ട് ഈ ആങ്സൈറ്റിയുടെ പുറത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ടിരുന്ന് ഉപയോഗിക്കാം. ഇതൊന്ന് അതെ ഹാസൽ ഫ്രീ ആയിട്ട് കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ സോളാർ വെക്കുകയാണെങ്കിൽ ഭയങ്കര ലാഭമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സ്വിഫ്റ്റ് യൂസ് ചെയ്യുന്നതാണ്. ആളിപ്പം സോളാർ, പുള്ളി ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് പഠിച്ചിട്ട് ഡോക്ടറേറ്റുള്ള ഒരാളാണ്, പഠിച്ചിട്ട് ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ ഈ വണ്ടി എടുത്ത സമയത്ത് തൊട്ട് ഈ അടുത്ത നാൾ വരെ ഓരോ അപ്ഡേറ്റ്സും ചോദിക്കുമായിരുന്നു, എന്തൊക്കെ ഡ്രോബാക്സ് ഉണ്ട്, എന്തൊക്കെ മെറിറ്റ്സ് ഉണ്ട്. അപ്പോൾ ആള് സോളാറാക്കി വീട്ടിൽ ഒരു 2 മാസം മുന്നേ. ഇപ്പം പഞ്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എന്ന് വെച്ചാൽ ആൾക്ക് വലിയ ഓട്ടമൊന്നുമില്ല, ഇത്ര ഓട്ടമൊന്നുമില്ല ആൾക്ക്. ഇതിന്റെ ഡ്രോബാക്സ്, മെറിറ്റ്സും ഡിമെറിറ്റ്സും എല്ലാം അറിയാം. 100 കിലോമീറ്റർ ഓടിയാലേ വലിയ ലാഭമുള്ളൂ എന്നുള്ള കാര്യമൊക്കെ അറിയാം. പക്ഷെ ടെക്നോളജിയോടുള്ള ഒരു ഇത് കണ്ട് ആള് ചെയ്തേക്കുവാണ്. അപ്പം പിന്നെ ഒരു എക്സ്പെൻസും ഇല്ല. അപ്പം വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ആൾക്ക് സോളാർ വേണമായിരുന്നു, അങ്ങനെ സോളാറാക്കി. അതിനുശേഷം ഇപ്പം പഞ്ചും കൂടെ വന്നു. അപ്പം ഒരു അഡീഷണൽ ബോണസ് എന്നുള്ള രീതിയിൽ അപ്പോൾ എനിക്ക് തോന്നുന്നു വീക്ക്ലി 2 പ്രാവശ്യം ആൾക്ക് എറണാകുളം പോകണം. പിന്നെ ഒരു ചെറിയ ഇതുണ്ട്. ഇത് മെറിറ്റ്സ് മാത്രമുള്ള വണ്ടിയല്ല. ഇതിന്റെ ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്നെ വലിയ അഫക്ട് ചെയ്യുന്ന കാര്യമല്ല, സ്റ്റെപ്പിനിയുടെ ഒരു കാര്യമുണ്ട്. നമ്മൾ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. കാര്യം 25,000 കിലോമീറ്ററിൽ ഓടിയിട്ട് ആകെ ഒരാണി കയറിയ പഞ്ചറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് അങ്ങനെ വഴി കിടക്കേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ല. അതെ, പിന്നെ നമുക്കത് മനസ്സിലായിട്ട് പോയി അങ്ങ് ചെയ്തതേ ഉള്ളൂ. വേറെ ഞാൻ ഫേസ് ചെയ്യുന്ന 1-2 കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ, ഒരു കാര്യം മെയിനായിട്ടും
ഇതിനൊരു ട്രാക്ഷൻ കൺട്രോൾ ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. ഓ കാര്യം ഇതിന്റെ നമ്മളൊരു ചരലുള്ള വഴിയാ അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റിലൊക്കെ നിൽക്കുക, വണ്ടി ഇങ്ങനെ ഒരു കയറ്റത്തിൽ നിർത്തി എടുക്കുമെന്ന് വെച്ചോ, ചരലാണെങ്കിൽ ഉറപ്പായിട്ടും വണ്ടി കാണും. പവർ അതുപോലെയാ. ആ പവർ ഔട്ട്പുട്ട് ഒന്ന് കൺട്രോൾ ചെയ്തല്ല ടയറിലേക്ക് സപ്ലൈ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പം ആ ഒരു പ്രശ്നമുണ്ട്. അതിപ്പോ നമ്മൾ ചില സ്ഥലത്ത് നിന്ന് വണ്ടി എടുക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇയാൾ എന്നെ കാണിക്കുക. അതെ 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 അതെ, അങ്ങനെ വിചാരിക്കും. അങ്ങനെ വിചാരിക്കുന്നത് മാത്രമല്ല, എപ്പോഴാണെങ്കിലും ടയർ മിക്ക മാസത്തിൽ 1, 2, 3 ഒക്കെ തവണ ഈ ടയർ ഇങ്ങനെ കിടന്ന് അവിടെ ഇവിടെയും കറങ്ങാറുണ്ട്. അപ്പൊ നമ്മൾ ഒന്നെങ്കിൽ താഴെ വരെ പോയിട്ട് വീണ്ടും കയറി വരണം. അപ്പൊ അത് ടയറിന് തേയ്മാനം കൂട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇപ്പം റൊട്ടേഷൻ, അലൈൻമെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ പക്കയായിട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. 25,000 എനിക്ക് വലിയ തേയ്മാനം ഫീൽ ചെയ്യുന്നില്ല. ആദ്യം ഞാൻ ചോദിക്കാം, ബോഡി വെയിറ്റും നന്നായിട്ട് കുറയില്ല. ബോഡി വെയിറ്റ് അല്ല, എഞ്ചിന്റെ ഒരു വെയിറ്റ് കുറയുന്നതുകൊണ്ട് ടയറിൽ ലാഭം ഉണ്ടോന്നും കൂടെ ഞാൻ ചോദിച്ചു. ഇല്ല, ബാറ്ററി ബാക്ക് ഉണ്ടല്ലോ. അപ്പൊ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. ബാറ്ററി ബാക്ക് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ എനിക്ക് വലിയ ഒരു സാധാരണ 25,000 കിലോമീറ്റർ ഞാൻ എല്ലാ 5,000-നും ഈ അലൈൻമെന്റും റൊട്ടേഷനും കാര്യങ്ങളെല്ലാം നോക്കിയാണ് ഓടിക്കുന്നത്. അപ്പം എനിക്ക് വലിയ തേയ്മാനമോ വെട്ടിത്തേലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. 10,000 ഉറപ്പായിട്ടും ഉണ്ട്. 10,000 അല്ല, ഒരു 40 കിട്ടുമെന്നാണ്. 40,000 കിലോമീറ്റർ വരെ ടയർ പോകുന്നതാണ് എന്റെ ഒരു കാൽക്കുലേഷൻ. ഇനി അവസാന നിമിഷം വലിയ കാര്യമായിട്ട് എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ അക്കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ബേസ് വേരിയന്റിൽ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് ആഡംബരം ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട്. ഇപ്പൊ ഞാൻ സൈഡ് മിറർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റിംഗ് ആണ്, സ്റ്റിയറിംഗ് ടിൽറ്റും ടെലസ്കോപ്പിക് ആണ്, ഓട്ടോമാറ്റിക് AC ഉണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കര ഉപകാരമുള്ള കാര്യങ്ങളാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഉണ്ട്. അത് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്. അതെ, അത്യാവശ്യം വേണ്ട, നമുക്ക് വേണ്ട ഒരു കുഞ്ഞു ഫാമിലിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾ ഇതിനെ EV എങ്ങനെ നോക്കി കാണുന്നു എന്നതിലാണല്ലേ മെയിൻ കാര്യം ഇരിക്കുന്നത്. അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് യൂസ് ചെയ്യാന്നുള്ള ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമുക്ക് പണിയെടുപ്പിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ്. അതെ അതെ, പണിയെടുപ്പിച്ച് അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് സംഭവം. EV വണ്ടി എടുക്കുന്നവർക്ക് അഡീഷണൽ ആയിട്ട് വണ്ടിയും കൂടെ വേണം എന്നുള്ള ഒരു ഇതിനോട് യോജിക്കുന്നുണ്ടോ? അഡീഷണൽ വണ്ടി വേണം എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം. ഇപ്പം അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്റെ ഉപയോഗത്തിൽ അങ്ങനെയൊന്നും വന്നിട്ടില്ല. EV സഫീഷ്യന്റ് അല്ലാഞ്ഞിട്ട് പെട്രോൾ വണ്ടി എടുത്ത് പോകേണ്ട ഒരു ട്രിപ്പ് എനിക്ക് വന്നിട്ടില്ല. ഓക്കെ, ഞാൻ ചോദിക്കുന്നതാണ്, ഇപ്പം ബാറ്ററി ട്രെയിൻ ഇഷ്യൂസോ അല്ലെങ്കിൽ ഞാൻ ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സമയത്ത് എത്താൻ പറ്റത്തില്ല, ഒരു ഇന്ന ഡെസ്റ്റിനേഷനിൽ ഇതും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ പറ്റത്തില്ല, അപ്പൊ എനിക്കൊരു ഈ പെട്രോൾ വണ്ടി ആണ് കൂടെ അഡീഷണൽ ഉള്ള ബെനിഫിഷ്യലാണ്. ബെനിഫിറ്റ് ഒക്കെയാണ്. ഇപ്പൊ ഞാൻ പറയാം, അങ്ങനെ നമ്മൾ ലോങ് പോകുമ്പോൾ നമ്മൾ പിന്നെ കുറച്ചുകൂടെ കളയിൽ വരും. ഇപ്പൊ ഞാൻ പറയാം, ഒരു ബാംഗ്ലൂർ കൊണ്ടൊരു ആവശ്യം വന്നെന്ന് വെച്ചോ. ബാംഗ്ലൂർ കൊണ്ടൊരു ആവശ്യം വന്നാൽ ഇപ്പം നമ്മൾ ഈ 6 മാസത്തെ ഉപയോഗത്തിന് ശേഷം നമ്മൾ ചിന്തിക്കുന്നത് വേറൊരു വണ്ടിക്ക് പോയാലോ, എന്നാൽ ഗ്ലാൻസിക്ക് പോയാലോ, അർബൻ ക്രൂസറിന് പോയാലോ, അല്ലെങ്കിൽ ഡീസലുള്ള ഏതെങ്കിലും വണ്ടിക്ക് പോയാൽ തന്നെ എക്സ്പെൻസ് ആകും. ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുന്ന വ്യൂ പോയിന്റ് അങ്ങനെയാണ്. ഇപ്പൊ സമയത്തിന്റെ കാര്യത്തിൽ അത്ര കൺസേൺ അല്ലെന്നായി അങ്ങനെയുള്ള കാര്യം. അപ്പൊ നമ്മൾ കുറച്ചുകൂടി അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഓക്കെ, അപ്പം ബാംഗ്ലൂർ പോകണം, നമുക്ക് വൈകിട്ട് അവിടെ എത്തണം, രാവിലെ 8 മണിക്ക് ഇറങ്ങിയാൽ മതി എന്നുള്ളത് ചാർജ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ 4 മണിക്ക് ഇറങ്ങിയേക്കാം. അങ്ങനെ ഒരു ചിന്താഗതിയിലോട്ടായി ഇപ്പം. പിന്നെ വേറൊരു ഇഷ്യൂ ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു സംഭവം ഉണ്ട്. ഞാൻ ഫുൾ ഓട്ടം കഴിഞ്ഞിട്ട് ഞാൻ വന്ന് വീട്ടിൽ കയറിയ സമയത്ത് നൈറ്റ് ഒരു തവണ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. ആ ഒരു സമയത്ത് എനിക്ക് പെട്രോൾ വണ്ടി പോകേണ്ടി വന്നു. കാര്യം അത് ചാർജ് കുത്തിയിട്ടേക്കുക, നമുക്ക് പോയിട്ട് വരാനുള്ള അത്രയും ചാർജ് അന്നേരം ഇല്ലായിരുന്നു. ആ ഒരു കാര്യം അന്ന് അതെ അതെ, അത് നല്ലതാണ്. ഇപ്പം എന്നാന്ന് വെച്ചാൽ ഞാൻ പറയാം, ഇപ്പൊ 11 ലക്ഷം രൂപ മുടക്കി EV എടുക്കുന്ന ആൾക്ക് എനിക്ക് തോന്നുന്ന ഒരു വണ്ടിയും കൂടെ ഒക്കെ കാണുമായിരിക്കും. കാര്യം ഞാൻ പറഞ്ഞ ഇപ്പം ഞാൻ പറയാം, എന്തെങ്കിലും കാര്യങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാണെങ്കിൽ എന്തെങ്കിലും കാണാൻ സാധ്യതയുണ്ട്. ഞാൻ കൂടുതലും കണ്ടേക്കുന്നൊക്കെ അങ്ങനെയാ. ഇതുപോലെ ഓടുന്ന ആൾക്കാർക്കാണ്. റഷ് ആയിട്ടുള്ള ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചോളം EV, ഒരു നെക്സോൺ EV ലോങ് റേഞ്ച് ഒക്കെ സഫീഷ്യന്റ് ആണ്. പോയിന്റ് പോയി വരുന്ന ആൾക്കാർ ഈ പറഞ്ഞ പോലെ തന്നെ. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്നാ പറയുന്നത്. നമ്മൾ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേജായി ഇപ്പം. ഇതിനെ സക്സസ് ആക്കാൻ വേണ്ടി നമ്മളും കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായി ഇപ്പം. ഈ ഭയങ്കര റഷിലോട്ട് പോകുന്ന ബിസിനസ്മാരെന്ന് ഇപ്പം ഞാൻ പറയാം, ഡ്രൈവേഴ്സിനെയൊക്കെ വെച്ച് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് സജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കണ്ടമാനമായിരിക്കും, അവർക്ക് ത്രൂ ഔട്ടൊക്കെ ഓടേണ്ടി വരും. ആ ഒരു കാര്യത്തിലൊക്കെ ഞാൻ പറയുന്നില്ല. ആ കാര്യം അവർ കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞിട്ടുള്ള അവരുടെ രീതി എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല. ഞാൻ പറയുന്നത് എന്നെ പോലെ ഇതിപ്പോൾ ആർക്ക് പറ്റുമെന്ന് ചോദിച്ചാൽ, ഞാൻ ചെയ്യുന്ന കാര്യത്തിന് ഞാൻ തന്നെ മാർക്കറ്റിൽ പോകേണ്ട കാര്യമുണ്ട്. അപ്പം അത് ഞാൻ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ. അങ്ങനെയുള്ള കേസിൽ
പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ പറയാം കോൺട്രാക്ടേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറുകിട കോൺട്രാക്ടേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ സൈറ്റിൽ കൂടെ പോകണം. ഇപ്പോൾ ഒരു ദിവസം രാവിലെ ഇറങ്ങിയാൽ എൻ്റെ തൊട്ടടുത്ത ഒരാളുണ്ട്, ആള് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആള് ഒരു 4-5 സൈറ്റിൽ കൂടെയൊക്കെ പോയിട്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് സഫീഷ്യൻ്റ് ആണ്. പിന്നെ ഇത് എടുക്കാനുള്ളൊരു ഇത് EV-യിലോട്ട് ചിന്ത പോകാൻ വലിയൊരു കാര്യമുണ്ട്. ഞാൻ തന്നെ 2020 അർബൻ ക്രൂസർ ഓട്ടോമാറ്റിക് കൊടുത്തൊരു കസ്റ്റമർ ഉണ്ടായിരുന്നു എനിക്ക്, ഒരു ഉഴവൂര. അപ്പം ആള് ക്വാറി ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പം പുള്ളി എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഇതിനെ എനിക്ക് വണ്ടി ഒന്ന് കൊടുക്കണം. അപ്പം വണ്ടി കൊടുത്തിട്ടേ ഉള്ളൂ ആൾക്ക്. കൊടുത്തിട്ട് 2021 വണ്ടി കേട്ടോ, 20 മോഡൽ 21, 22 അവസാനം എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഒരു 1.5 വർഷം ഉപയോഗിച്ചിട്ട് എൻ്റെ ചിന്ത. അപ്പം ഞാൻ എന്നെ പറ്റിയെന്ന് ചോദിക്കാൻ പറയും, എനിക്ക് പെട്രോൾ എക്സ്പെൻസ് കണ്ടമാനം കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ ഇലക്ട്രിക് വണ്ടി എടുത്തു. അപ്പം ഞാൻ ചോദിച്ചു എത്ര കിലോമീറ്റർ ഓടി വണ്ടി അർബൻ ക്രൂസർ? പുള്ളിക്കാരൻ 40,000 കിലോമീറ്റർ ഓടിച്ചു 1.5 വർഷം കൊണ്ട്. 47,000 കിലോമീറ്റർ ഓടിച്ചു 1.5 വർഷം കൊണ്ട്. ആ വണ്ടി ഞാൻ തന്നെ വാങ്ങിച്ചു, വേറെ പരിപാടിയാണ്. അപ്പം ഞാൻ അങ്ങനെ വണ്ടി എടുക്കാൻ പോയപ്പം അവിടെ നിന്നാണ് ഞാൻ ഈ പുള്ളി ചാർജ് ചെയ്യുന്നത് കണ്ടതും, ഇയാള് ബാക്കി കാര്യങ്ങൾ ഇതിന്റെ ലാഭം കാര്യങ്ങൾ പറഞ്ഞു തന്നതും. എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആളെ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് എന്തായാലും വലിയൊരു വണ്ടി എടുത്തിടാൻ കേപ്പബിലിറ്റി ഉള്ള ആളാണ്. പക്ഷെ ആള് ഇതിന്റെ ലാഭം സൈഡ് നോക്കിയിട്ട് എനിക്കിത് കൺവീനിയന്റ് ആണെന്നും പറഞ്ഞു ആളത് തന്നെ എടുത്തു. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ലോക്കലിൽ ഞാൻ ഈ 150 കിലോമീറ്റർ ഡെയിലി ഓടുമ്പം ഇതെങ്ങോട്ടായി ഓടുന്നത്. പണ്ട് ഞാൻ വീഡിയോയ്ക്ക് കമന്റ് ചെയ്തപ്പം, അതായത് ഈ സൈചേട്ടൻ്റെ വീഡിയോയുടെ അടി ഞാനൊരു കമന്റ് ഇട്ടപ്പം അതിന്റെ അടിയിൽ തന്നെ നമ്മുടെ ചാനലിൽ വന്ന കമന്റ്സ് ഉണ്ട്, ചേട്ടൻ പാലുവണ്ടിയാണോ ഓടിക്കുന്നത്, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരെ നമ്മൾ നോക്കുന്നില്ല. അപ്പൊ അല്ലാതെ തന്നെ ഇപ്പൊ ഞാൻ പറയാം, നമ്മൾ ഈ 4 ജില്ലകളിൽ കിടന്നിട്ടായി കിലോമീറ്റർ ഓടുന്നത്. അതായത് കോട്ടയം, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട. ചിലപ്പോൾ തൃശ്ശൂരും പോയപ്പം തൃശ്ശൂർ വളരെ റയറായിട്ട് അങ്ങ് പോകും. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഓടുന്ന ആൾക്കാർക്ക് എനിക്കറിയുന്ന വേറെ ആയുർവേദത്തിന്റെ മെഡിക്കൽ റെപ്പുണ്ട്. പുള്ളി അവിടെ ആയുർവേദ ഹോസ്പിറ്റലിൽ വരുന്ന ആളാണ്. പുള്ളിക്ക് സെയിം വണ്ടിയാണ്, ആൾക്ക് സെയിം വണ്ടി. അപ്പൊ അങ്ങനെ ഓടുന്ന ആൾക്കാർക്ക് ബൈക്കിനെക്കാളും ചിലവ് കുറച്ച് ഓടിക്കാം. മഴ കൊള്ളണ്ടാവില്ല, കാറിന്റെ എല്ലാ ഫീലും ഉണ്ട്. ഉറപ്പായിട്ടും നമുക്കിപ്പം എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ സീറോ കോസ്റ്റിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ സോളാർ EV കൂടെ ഉണ്ടെങ്കിൽ സീറോ കോസ്റ്റിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ എല്ലാ കാര്യങ്ങളും നടന്നു പോകും. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഈ ഉള്ളതിന്റെ പേരിൽ നമ്മൾ കുറച്ച് ഓട്ടം കൂടുതൽ ഓടും കേട്ടോ, അത് വേറെ ഒരു കാര്യം. അത് ആരാണേലും ഓടിപ്പോവും. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അതായത് ഈ വണ്ടിയായിട്ട് വെളിയിൽ പോകുന്നു, ഇപ്പം ഡേ ടു ഡേ ഇതിന് പോകുന്നു, അതേ സമയത്ത് ഗ്ലാൻസ് ആയിട്ട് പുറത്തോട്ട് പോകുമ്പോൾ ഒരു വിഷമം തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും ഇപ്പോഴും ഗ്ലാൻസ് ആയിട്ട് പോയിട്ട് പെട്രോൾ അടിക്കുന്ന സമയത്ത് വിഷമം മറ്റേത് പോക്കറ്റ് നോക്കേണ്ട കാര്യമില്ല, പേഴ്സ് എടുക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് പോവാം. പിന്നെ സ്ഥിരം EV-യിലായി കഴിയുമ്പോൾ ഇതിന്റെ പെർഫോമൻസിൽ നമ്മൾ അങ്ങ് സിങ്ക് ആവും. പിന്നെ നമുക്ക് സൗണ്ട് പോലും ഇറിറ്റേഷൻ അങ്ങനെ ഞാൻ പറയാം, നമ്മളിപ്പോ ലക്ഷറി വണ്ടിയായ ഇപ്പൊ ടൊയോട്ട പറയുന്ന ക്യാംറി ഹൈബ്രിഡ് ആണ്, വളരെ സൈലന്റ് ആണ്, നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. അപ്പൊ നമ്മൾ മാനുവൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ ഇപ്പം വന്നിട്ട് പറയോ 70 ലക്ഷം രൂപ മുടക്കി വണ്ടി എടുക്കുന്നു, 4 ഗിയർ ഇട്ടില്ലെങ്കിൽ എന്നാ സുഖം എന്ന് ചോദിക്കുന്നത്. അങ്ങനെയല്ല ആ ഒരു ഇതിലോട്ട് ക്യാമ്പിലോട്ട് വരുമ്പോൾ നമ്മൾ വളരെ കാമായിരിക്കും. ലെക്സസിന്റെ വണ്ടികൾ വളരെ കാമാണ്, കൂളാണ്, ക്വയറ്റാണ്, അങ്ങനെ അങ്ങ് പോകുന്നു. നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ആ ഒരു ഫീല് കിട്ടുമെന്ന് പറഞ്ഞാൽ അതുമായിട്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. പക്ഷെ അതിലെ ചില ഫീലുകൾ ഇത് കിട്ടും. നമ്മൾ ശരിക്കും കോൺഷ്യസ് ആയിട്ട് ഇതിനെ കൊണ്ടുനടക്കേണ്ട ഒരു രീതിയുണ്ട്, യൂസ് ചെയ്യേണ്ട രീതിയുണ്ട്, ഫോളോ അപ്പ് ചെയ്യുക. ശരിക്കും നമ്മളെ ഒരു എന്താ പറയാ, ഒരു ബുക്ക്ഡ് ആവുക, അല്ലെങ്കിൽ എന്നാ അറിയാം, ഒരു പക്ക കുറച്ചുകൂടെ ചിട്ടായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്കായിട്ട് നമുക്ക് ഒന്ന് പൈസ ലാഭിക്കാന്നുള്ള ഭയങ്കര ഫാക്ട് തന്നെയാണ്. പിന്നെ കേരളത്തിലൊരു സ്വീകാര്യതയുണ്ട്. വണ്ടികൾ കൂടി കഴിയുമ്പോഴാണല്ലോ സ്വാഭാവികമായി. ഞാൻ പറയാം, ഇന്നോവയ്ക്ക് റീസെയിൽ മാർക്കറ്റ് ഉണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നോവ അതുപോലെ ഇറങ്ങിയതുകൊണ്ടാകാം. അതും ഒരു കാര്യം മാത്രമാണ്, അങ്ങനെ പോപ്പുലർ ആവുകയാണ് അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് തള്ളി പറയേണ്ട കാര്യം ഇനിയില്ല. പിന്നെ ഹേറ്റേഴ്സ് കൂടുതൽ വരുമ്പോഴാണ് ഒരു വണ്ടിക്ക് റീച്ച് കൂടുതൽ കിട്ടുന്നത്. അങ്ങനെയാണ്, ശ്രദ്ധിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്ന ആൾക്കാർ നാളെ തിരിച്ചു പിന്നെ കാര്യമുണ്ട്. ഇന്നോവേഷൻസ് വരുന്നതോറും റേഞ്ചുകളും കൂടിക്കൊണ്ട് വരും. തീർച്ചയായിട്ടും ഇപ്പൊ പഞ്ചിന് തന്നെ റേഞ്ച് കൂടുതലുണ്ട്. അതേപോലെ പുതിയതായിട്ടുള്ള ഇന്നോവേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇത്തരം നെഗറ്റീവ്സ് എല്ലാം നമ്മുടെ പൈസ ലാഭിക്കാൻ നമ്മൾ പോസിറ്റീവായി മാറും. പിന്നെ അതൊരു പ്രശ്നമല്ല നമുക്കിപ്പം. അപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ ഇങ്ങനെയാണ്. പിന്നെ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന നല്ലൊരു ടൊയോട്ട അല്ലാതെ 2 വീട്ടിലും, വൈഫിൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും ടൊയോട്ട വണ്ടികളാണ്. അപ്പോൾ അതങ്ങനെ ഒരു പ്രൗഡ് ഓഫ് ഓണർഷിപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് ഞാൻ. പെട്ടെന്ന് ഒരു വർഷത്തിനുള്ളിൽ ടിയാഗോയിലോട്ട് മാറിയത്. ടിയാഗോയിലോട്ട് മാറിയതിൻ്റെ കാര്യം പ്രൗഡ് ഓഫ് ഓണർഷിപ്പ് ഇല്ലെന്നോ ഇത് സാധനം മോശമാണെന്നോ ഒന്നുമല്ല. ഇത് യൂട്ടിലൈസ് ചെയ്യാൻ നല്ലതാണ്. 2 സർവീസ് സൈഡ് കൊണ്ട് ഇപ്പം സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ ഈ
ചിന്തിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ, കാര്യങ്ങൾ പറഞ്ഞു കേട്ടേക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. തീർച്ചയായിട്ടും സോ അതുകൊണ്ട് 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം തീർച്ചയായിട്ടും ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യുന്നല്ലേ? അതെ. അതും ഇങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇത് ഈ വീഡിയോ നമ്മൾ ഏറ്റവും ചരിത്രത്തിൽ ചെയ്തേക്കുന്ന ഏറ്റവും നല്ലൊരു വീഡിയോ ആയിട്ട് ഇതിനെ വിശേഷിപ്പിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മളെ പറയുന്നുണ്ട് എങ്ങനെ EV യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം, ആ കാര്യങ്ങളെല്ലാം നിതിൻ ബ്രോ അടിപൊളിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ ഇതിന്റെ വലിയ ഇന്റലക്ച്വൽ ആയിട്ടൊന്നും കയറുന്നില്ല. സിമ്പിൾ ആയിട്ട് ഒരാൾ എങ്ങനെ ഉപയോഗിക്കുന്നു, സിമ്പിൾ ആയിട്ട് എൻ്റെ ഒരു അനുഭവം എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നല്ലൊരു എക്സ്പീരിയൻസ്. കാര്യം വെച്ചാൽ ഇതിങ്ങനെയൊക്കെ യൂസ് ചെയ്താൽ അത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. EV എടുക്കാൻ പോകുന്നവർക്കും EV യൂസ് ചെയ്യുന്നവർക്കും ഈ രീതി ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ബാറ്ററി ഓട്ടൊന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്നാണെങ്കിലും ഒരു നല്ല വീഡിയോ തന്ന നിതിൻ ബ്രോയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ വൈൻഡ് ചെയ്യാം. ബ്രോ, താങ്ക് യു സോ മച്ച്.